ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ വീണ്ടും പുതിയൊരു ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. നമ്മൾ സ്റ്റഡി നോട്ട് 6 ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ, പ്രൊജക്ട് മാനേജ്മെന്റ്. നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം പഠിച്ചു, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് പഠിച്ചു. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് രണ്ട് മെത്തേഡിലും, ഫസ്റ്റ് മെത്തേഡിലും സെക്കൻഡ് മെത്തേഡിലും കണ്ടുപിടിക്കുന്ന പഠിച്ചു. അതിനുശേഷം ഇന്നലെ നമ്മൾ പെർട്ട് ഡിസ്കസ് ചെയ്തു അല്ലെ, പെർട്ട് പഠിച്ചു, അതിന്റെ രണ്ട് പ്രോബ്ലം ചെയ്തു അല്ലെ. നിങ്ങൾ ഹോംവർക്ക് ചെയ്തു, എനിക്കൊന്ന് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലെ. ഹോംവർക്ക് ചെയ്തിട്ടില്ലാത്തവര് ചെയ്ത് എനിക്ക് അയക്കുക കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് അതിലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് പ്രൊജക്ട് ക്രാഷിംഗ് എന്ന് പറയും. പ്രൊജക്ട് ക്രാഷിംഗ്, ഓക്കെ. പ്രൊജക്ട് ക്രാഷ് അല്പം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പ്രൊജക്ട് ക്രാഷിംഗ് എന്ന് പറയുന്നത്. അത്ര സിമ്പിൾ ഒന്നും അല്ല, ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ എന്താണ് പ്രൊജക്ട് ക്രാഷിംഗ് എന്നുള്ളത് എന്ന് പറഞ്ഞു തരാം. ഒരു മീനിങ് നമുക്ക് എഴുതാം, അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം. എഴുതിക്കോ. ഇറ്റ് ഈസ് എ ടെക്നിക് which is used by the business organizations to reduce project duration time. For this purpose, add additional resources to critical path. It will lead to increase the cost of project. ഇന്നോടുകൂടി ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ ഒരു സ്റ്റഡി നോട്ട് 6 കംപ്ലീറ്റ് ആണ് കേട്ടോ. അതിനുശേഷം നമ്മൾ അടുത്തത് എനിക്ക് തോന്നുന്നു സ്റ്റഡി നോട്ട് 7 ആയിരിക്കും പഠിക്കാൻ പോവാം. ഓക്കെ. എ പ്രൊജക്ട് can be crashed up to certain limit. ഓക്കെ. എന്താണ് പ്രൊജക്ട് ക്രാഷിംഗ്? ഒരു ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ടെക്നിക്കാ? പ്രൊജക്ട് ഡ്യൂറേഷൻ ടൈം ഇല്ല, നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് ഉപയോഗിച്ചും പ്രൊജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കും ഒക്കെ ഉപയോഗിച്ച് ടൈം കണ്ടുപിടിച്ചില്ല, പ്രൊജക്ട് ഡ്യൂറേഷൻ ടൈം കണ്ടുപിടിച്ചില്ല. സോ അത് കുറയ്ക്കാനുള്ള ഒരു ടെക്നിക്കാണ് പ്രൊജക്ട് ക്രാഷിംഗ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യും? അഡീഷണൽ റിസോഴ്സസ് ക്രിട്ടിക്കൽ പാത്തിലേക്ക് ആഡ് ചെയ്യും. എന്തിനു വേണ്ടി? ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അഡീഷണൽ റിസോഴ്സസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കൂടും? അഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. സോ അതൊക്കെ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടിയിരിക്കും. നമുക്ക് ഒരേ സമയം ക്രാഷ് ടൈം, അതായത് ടൈം കുറയ്ക്കാൻ വേണം, അതോടൊപ്പം എത്ര രൂപ കോസ്റ്റ് ആകും എന്നുള്ളത് കൂടി, അഡീഷണൽ റിസോഴ്സ് ആഡ് ചെയ്യുമ്പോൾ എത്ര രൂപ കോസ്റ്റ് ആകും എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതാണ് ഈ ഒരു ഏരിയ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സംഭവം നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണം. കോസ്റ്റ് സ്ലോപ്പ്, അത് കണ്ടുപിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആ ഒരു ക്വസ്റ്റനിൽ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് അതിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതാം. ഇക്വേഷൻ നിങ്ങൾ എഴുതുക. ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം. ഇതാണ് ഇക്വേഷൻ. ഇതിലെ ക്രാഷ് കോസ്റ്റ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും, നോർമൽ കോസ്റ്റ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും, നോർമൽ ടൈം ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും, ക്രാഷ് ടൈം ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും, എല്ലാം തന്നിട്ടുണ്ടാവും.
ജസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഒരു ചെറിയൊരു എക്സാമ്പിൾ, കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ചെറിയൊരു എക്സാമ്പിൾ. നോർമൽ ടൈം 5 days ആണ്. ക്രാഷ് ടൈം 3 days ആണ്. നോർമൽ കോസ്റ്റ് 100 days. ക്രാഷ് കോസ്റ്റ് എത്രയാണ്? ഒരു 120. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് സ്ലോപ്പ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കോസ്റ്റ് സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ഇക്വേഷൻ എന്താണ്? ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവൈലബിൾ ആണ്. എത്രയാണ് ക്രാഷ് കോസ്റ്റ്? 120 മൈനസ് നോർമൽ കോസ്റ്റ് എത്രയാ? 100 ഡിവൈഡ് ബൈ നോർമൽ ടൈം എത്രയാണ്? 5 days ആണ്. ക്രാഷ് ടൈമോ 3 days. ഇത് ചെയ്താൽ പോരെ? ചെയ്ത് നോക്കി എത്ര വരും? 20 ഡിവൈഡ് ബൈ 2 വരും അല്ലെ? ആൻസർ 10. കോസ്റ്റ് സ്ലോപ്പ് 10 ആണ്. ഇപ്പൊ ഒരു ആക്ടിവിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ എത്ര ആക്ടിവിറ്റി ഉണ്ടോ അത്രയും ആക്ടിവിറ്റീസിന്റെ നോർമൽ ടൈമും ക്രാഷ് ടൈമും നോർമൽ കോസ്റ്റും ക്രാഷ് കോസ്റ്റും ഒക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അതിന്റെ എല്ലാം കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ഉത്തരവാദിത്തം. ഓക്കെ, നമുക്കിനി പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇവിടെ ഡയഗ്രാം ഒക്കെ വരയ്ക്കണം. ഡയഗ്രാം വിട്ടുള്ള കളിയൊന്നും ഇല്ല. ഡയഗ്രാം വരയ്ക്കണം. അല്പം വലുതാക്കി, നമ്മൾ ഇതുവരെ വരച്ചതിലും അല്പം കൂടെ വലുതാക്കി വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കുറെ വെട്ടും കുത്തും ഒക്കെ വരാനുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി കൂടെ വലുതാക്കി വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ എഴുതും. ക്വസ്റ്റ്യൻ പറയാം, ഒരു മിനിറ്റ്. ഇതെല്ലാം ഒന്ന് വായിച്ചോട്ടെ. പ്രൊജക്ട് ക്രാഷിംഗിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഔട്ട് സൈഡിൽ നിന്നുള്ള പ്രോബ്ലം ആണ്. നമ്മൾ ടെക്സ്റ്റിലെ ഒരു പ്രോബ്ലം ചെയ്യും കേട്ടോ. ആക്റ്റീവ് നോർമൽ ടൈം crash time normal cost crash cost. Activities എഴുതുക. 1 to 2, 1 to 3, 1 to 4, 2 to 4, 3 to 4, 4 to 5. Normal time 9, 8, 15, 5, 10, 2. Crash time 6, 5, 10, 3, 6, 1. Normal cost 640, 500, 400, 100, 200, 100. Crash cost 700, 575, 550, 120, 260, 140. Okay. Question കഴിഞ്ഞിട്ടില്ല. Overhead cost per day 60 rupees. 60 rupees. Okay.
crash relevant activity systematically and determine optimum project completion cost and time. Okay. ക്വസ്റ്റ്യൻ എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയെങ്കിൽ ആ ആക്ടിവിറ്റി ഉപയോഗിച്ച് നിങ്ങളൊരു ഡയഗ്രാം വരയ്ക്കുക കേട്ടോ. ഡയഗ്രാം വരയ്ക്കുക. ആക്ടിവിറ്റീസ് ഉപയോഗിച്ച് ഡയഗ്രാം വരച്ചോളൂ. ഡയഗ്രാം ഒരല്പം വലുതാക്കി വരയ്ക്കുക കേട്ടോ. ഡയഗ്രാം ഒരല്പം വലുതാക്കി വരയ്ക്കുക. വരയ്ക്കും, നിങ്ങൾ വരയ്ക്കും. എത്രയോ ഡയഗ്രാം നമ്മൾ വരച്ചു. ഇത് വരയ്ക്കാൻ എന്തോ പാട്? എളുപ്പം വരയ്ക്കും. വരച്ചോ? വരച്ചിട്ടുണ്ടാവും. എന്താ ഈ രീതിയിലായിരിക്കണം ഡയഗ്രാം വരേണ്ടത് കേട്ടോ. വരച്ചിട്ടുണ്ടാവും, എനിക്കറിയാം. 1 to 2, 1 to 3. വേറെ ഡിസൈൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. വലുതാക്കാം. 3 to 4 ഉണ്ടല്ലേ? 3 to 4 ഉണ്ട്. 3 to 4, 4 to 5. ഈ രീതിയിലല്ലേ ഡയഗ്രാം വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വന്നല്ലോ, എല്ലാ കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല. അതാത് ആക്ടിവിറ്റികളുടെ ടൈം ഡ്യൂറേഷൻ കൊടുത്തു. നോർമൽ ടൈം കൊടുക്കും. നോർമൽ ടൈം ബ്രാക്കറ്റിൽ ക്രാഷും കൂടെ കൊടുക്കുക. നോർമൽ ടൈം കൊടുക്കുന്നതിനോടൊപ്പം അതേ ആക്ടിവിറ്റിയുടെ ക്രാഷ് ടൈം കൂടി ബ്രാക്കറ്റ് കൊടുക്കുക കേട്ടോ. 1 to 3യുടെ നോർമൽ ടൈം എത്രയാണ്? 8 ആണ് അല്ലെ? അതിന്റെ ക്രാഷ് ടൈം, കറസ്പോണ്ടിങ് ക്രാഷ് ടൈം എത്രയാണ്? 5 ആണ് അല്ലെ? ബ്രാക്കറ്റ് കൊടുക്കുക. ഓക്കെ. 1 to 2ന്റെ നോർമൽ ടൈം എത്രയാണ്? 9 ആണ്. അതിന്റെ ക്രാഷ് ടൈം ബ്രാക്കറ്റ് കൊടുക്കുക. 6. ശരിയല്ലേ പറഞ്ഞേ? ശരിയല്ലേ? 1 to 4ന്റെ നോർമൽ ടൈം എത്രയാ? 15 ആണ്. അതിന്റെ ക്രാഷ് ടൈം ബ്രാക്കറ്റ് കൊടുക്കുക. എത്രയാ? 10. 2 to 4ന്റെ നോർമൽ ടൈം 5 ആണ്. ക്രാഷ് ടൈം 3 ആണ്. 3 to 4ന്റെയോ? 3 to 4ന്റെ നോർമൽ ടൈം 10ഉം ക്രാഷ് ടൈം 6ഉം ആണ് അല്ലെ? 4 to 5 അല്ലേ ഉള്ളൂ. 4 to 5ന്റെ 2ഉം ക്രാഷ് ടൈം 1ഉം. ഓക്കെ, ഈ രീതിയിൽ കൊടുക്കുക.
ഇതിനുശേഷം അടുത്ത സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ടത് കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കോസ്റ്റ് സ്ലോപ്പ് ഓരോ ആക്ടിവിറ്റിയുടെയും കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഓരോ ആക്ടിവിറ്റിയുടെയും കോസ്റ്റ് സ്ലോപ്പുകൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കണ്ടുപിടിച്ച് അത് നിങ്ങൾ ജസ്റ്റ് ആദ്യത്തെ പ്രോബ്ലം അല്ലേ, ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഒക്കെ ഒന്ന് എഴുതി ഇടുക കേട്ടോ. കോസ്റ്റ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എങ്ങനെയായിരുന്നു, ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം. ഷോർട്ട് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, നോ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ കോസ്റ്റ് സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിച്ച്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ 1 to 2 ആണ്. 1 to 2ന്റെ ക്രാഷ് കോസ്റ്റ് എത്രയാണ്? 1 to 2ന്റെ ക്രാഷ് കോസ്റ്റ് 700. നോർമൽ കോസ്റ്റ് എത്രയാണ്? 640 ഡിവൈഡ് ബൈ, ശരിയല്ലേ, ഡിവൈഡ് ബൈ നോർമൽ ടൈം എത്ര? 1 to 2ന്റെ നോർമൽ ടൈം എത്ര? 9 മൈനസ് 6 അല്ലെ. നോർമൽ ടൈം 9, ക്രാഷ് ടൈം 6 ചെയ്യുമ്പോ എത്ര കിട്ടും? 20. അതേ രീതിയിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസിന്റെ കൂടെ കണ്ടുപിടിക്കാം. ഞാൻ അടുത്ത ആക്ടിവിറ്റിയുടെ കൂടെ ഞാൻ പറഞ്ഞുതരാം. 1 to 3. 1 to 3യുടെ എത്ര വരും? ക്രാഷ് കോസ്റ്റ് 700 ആണ് വരുന്നത് അല്ലെ. 700 മൈനസ് 700 അല്ല, 575 അല്ലെ, 575 മൈനസ് നോർമൽ കോസ്റ്റ് എത്രയാ? നോർമൽ കോസ്റ്റ് 500 അല്ലെ. 500 ഡിവൈഡ് ബൈ നോർമൽ ടൈം എത്രയാ? നോർമൽ ടൈം 8 മൈനസ് 5 വരും, ശരിയല്ലേ. 8 ക്രാഷ് ടൈം 5 ചെയ്യുമ്പോ എത്ര വരും? 25 വരും. ഇങ്ങനെ എല്ലാ ആക്ടിവിറ്റീസിന്റെയും ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. വേഗം കണ്ടുപിടിച്ച്. ഈ രീതിയിൽ കോസ്റ്റ് സ്ലോപ്പ് കിട്ടിയോ? 1 to 2ന്റെ 20, 1 to 3യുടെ 25, 1 to 4ന്റെ 30, 2 to 4ന്റെ 10, 3 to 4ന്റെ 15, 4 to 5ന്റെ 40. ഈ രീതിക്ക് കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയല്ലോ. ഓക്കെ, ശരി. ഇനി നിങ്ങൾ ഞാൻ വരയ്ക്കുന്ന പോലെ ഒരു ബോക്സ് വരയ്ക്കും. എല്ലാം മായ്ച്ചതിന് ശേഷം ഞാൻ ബോക്സ് വരയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് മായ്ക്കേണ്ടി വരും. ഓക്കെ, ഞാൻ വരയ്ക്കുന്നോട്ട് വരയ്ക്കണേ. കാണുന്നുണ്ടല്ലോ അല്ലെ, എല്ലാവർക്കും കാണാമല്ലോ അല്ലെ. വൃത്തിയായിട്ട് തന്നെ വരയ്ക്കണം, അല്ല പിന്നെ നോക്കിയാൽ മനസ്സിലാകത്തില്ല കേട്ടോ, ഉറപ്പാണ്. വൃത്തിയായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ പിന്നെ നോക്കിയാൽ ഇതൊരു കുന്തവും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വൃത്തിയായിട്ട് തന്നെ എഴുതുക.
ഇങ്ങനെ ഒരു കോളം വരച്ചെങ്കിൽ ഇവിടെ ആക്ടിവിറ്റീസ് എഴുതുക കേട്ടോ. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിലുള്ള പാത്തുകൾ പാത്ത് കൊടുത്താൽ മതി. പാത്ത് പാത്ത് കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ നേരെ ഡയഗ്രത്തിലേക്ക് വരിക. അവിടുത്തെ ക്രിട്ടിക്കൽ പാത്ത് ഒന്ന് കണ്ടുപിടിക്കണമല്ലോ. ആദ്യം ക്രിട്ടിക്കൽ പാത്ത് ഒന്ന് കണ്ടുപിടിച്ച് ഏതായിരിക്കും വരിക ക്രിട്ടിക്കൽ പാത്ത്? ഫസ്റ്റ് മെത്തേഡിൽ മതി. ഫസ്റ്റ് മെത്തേഡിൽ പറഞ്ഞാൽ മതി. നമ്മൾ ചെയ്ത ആദ്യത്തെ മെത്തേഡിൽ ക്രിട്ടിക്കൽ പാത്ത് ഏത് വഴിയെന്ന് പറയാമോ? വൺ ടു ടു, 2 to 4, 4 to 5 ആണോ? അതല്ലേ ഗ്രേറ്റസ്റ്റ് നോർമൽ ടൈം വരിക? നോക്കിയേ, ചെക്ക് ചെയ്തേ. 1 to 2, 2 to 4, 4 to 5 അല്ലേ? 9, 5, 14, 16 ആണോ? ആണോ? സംശയം ഉണ്ടല്ലോ. അല്ല, അതല്ല അല്ലേ? അതല്ല, ഏതാ മുകളിലത്തെ ആണെന്ന് തോന്നുന്നു അല്ലെ? 1 to 3, 1 to 3, 3 to 4, 4 to അതാണ് അല്ലെ? 4 to 5 വരും. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത്. 8, 10, 8, 18, 2, 20. ഓക്കെ, ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിച്ചു. നോർമൽ ടൈം ഉപയോഗിച്ചാണ് കണ്ടുപിടിച്ചത്. ഇതേ ക്രിട്ടിക്കൽ പാത്ത് ക്രാഷ് ടൈം ഉപയോഗിച്ചൊന്ന് കണ്ടുപിടിക്കുക. ക്രാഷ് ടൈം ഉപയോഗിച്ചും കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ കണ്ടുപിടിച്ചു. അത് നിങ്ങൾ ജസ്റ്റ് താണ്ട് ഇവിടെ ഒന്ന് കൊടുക്കുക. ഇവിടെ അല്ലെങ്കിൽ താണ്ട് ഇവിടെ കൊടുത്തോളൂ. ക്രിട്ടിക്കൽ പാത്ത് ഏതായിരുന്നു? ക്രിട്ടിക്കൽ പാത്ത് 1 to 3, 3 to 4, 4 to 5 അല്ലെ? അതായത് ഒരു 20 days ആണോ? 20 days. ഇതേ സെയിം പാത്ത് തന്നെ നിങ്ങൾ ക്രാഷ് ടൈം ഉപയോഗിച്ചൊന്ന് കണ്ടുപിടിക്കുക. എത്ര വരും? 6, 5, 11, 1, 12 ആണോ? 12 ആണോ? ഓക്കെ, യൂസിങ് ക്രാഷ് 12 days ആണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ എയിം എന്താണിത്? ഇവിടെ എന്താണ് നമ്മുടെ എയിം? നോർമൽ ടൈം ക്രിട്ടിക്കൽ പാത്തിൽ 20 days ആയിരുന്നു. നമുക്കത് ക്രാഷ് ചെയ്ത് 12 daysലേക്ക് ആക്കണം. പ്രൊജക്ട് ഡ്യൂറേഷൻ കുറയ്ക്കണം. 20 days എന്നുള്ളത് എത്രയിലേക്ക് ആക്കണം? 12 daysലേക്ക് ആക്കണം. ക്രാഷ് ചെയ്ത് 12 daysലേക്ക് ആക്കണം. ക്രാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം കോസ്റ്റുകൾ കൂടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. സോ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ക്രാഷിംഗ് ഒക്കെ ഇനി ചെയ്യാൻ പോവാണ് കേട്ടോ. 20 നിന്ന് നമ്മൾ 12ലേക്ക് എത്തിക്കാൻ പോവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഇനിയും ശ്രദ്ധിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നമ്മൾ ആദ്യം എന്ത് ചെയ്തു? തന്നിരിക്കുന്ന ആക്ടിവിറ്റി ഉപയോഗിച്ച് ഡയഗ്രാം വരച്ചു. ആ ഡയഗ്രത്തിലേക്ക് നമ്മുടെ നോർമൽ ടൈമും ബ്രാക്കറ്റിൽ ക്രാഷ് ടൈമും ഇട്ട് കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ പാത്തും അതിന്റെ കറസ്പോണ്ടിങ് ക്രാഷ് ടൈമും ഉപയോഗിച്ച് രണ്ടും കണ്ടുപിടിക്കുക. അതായത് ഇത് രണ്ടും കണ്ടുപിടിക്കുക. സെക്കൻഡ് ആയിട്ട് അത് വേണം രണ്ടും കണ്ടുപിടിക്കുക.
അതിനുശേഷം കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. നോ പ്രോബ്ലം, നിങ്ങൾ ഇഷ്ടം. സോ അപ്പൊ കോസ്റ്റ് സ്ലോപ്പും കണ്ടുപിടിച്ചു, ക്രിട്ടിക്കൽ പാത്തും ക്രാഷ് ടൈമും നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ഇനി നമ്മൾ ക്രാഷിംഗ് പ്രൊസീജിയറിലേക്ക് കിടക്കാം. കുറയ്ക്കണ്ടേ? 20 നിന്ന് 12 എന്ന് പറഞ്ഞാൽ കുറയോ? ഇല്ല, നമ്മൾ കുറയ്ക്കാം. ഓക്കെ, നിങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പാത്തുകൾ ഈ 3 കോളങ്ങളായിട്ട് എഴുതുക. മൂന്ന് പാത്ത് അവൈലബിൾ ആണല്ലോ, ആ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും 3 പാത്ത് ഉണ്ടെന്നുള്ള കാര്യം. സോ ആ 3 പാത്തുകൾ നിങ്ങളൊന്ന് എഴുതിക്കേ. ഞാൻ ആദ്യം എഴുതുന്നത് മറ്റേ മുകളിലത്തെ ഞാൻ എഴുതിയിരിക്കുന്ന പാത്ത് തന്നെയാണ് ആദ്യം എഴുതാൻ പോകുന്നത്. നിങ്ങളും ആ രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ രീതിക്ക് തന്നെ എഴുതാം, നോ പ്രോബ്ലം. ഏത് നിങ്ങൾ വേറെ രീതിയിലാണ് വരച്ചിരിക്കുന്നതെങ്കിൽ ആ രീതിയിൽ എഴുതിയാലും മതി. 1 to 3, 3 to 4, 4 to 5 അല്ലെ. പിന്നത്തെ പാത്ത് ഏതാ? 1 to 2, 2 to 4, 4 to 5. വേറൊരു പാത്ത് ഉണ്ടല്ലോ, 1 to 4, 4 to 5 അല്ലെ. 1 to 4, 4 to 5. ഇങ്ങനെ 3 പാത്താണ് നമുക്കുള്ളത്. ഈ 3 പാത്തുകളുടെയും ക്രാഷ് ടൈം എഴുതുക. 3 പാത്തുകളെ നോർമൽ ടൈം അല്ല എഴുതേണ്ടത്, ക്രാഷ് ടൈം. ഫസ്റ്റ് കോളത്തിൽ ക്രാഷ് ടൈം എഴുതുക. 1 to 3, 3 to 4, 4 to 5ന്റെ ക്രാഷ് ടൈം എത്രയാണ്? 12 ആണ്. നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ, അതുകൊണ്ട് അത് ഇനി നോക്കേണ്ട കാര്യമില്ല. 1 to 2, 2 to 4, 4 to 5ന്റെയോ 6 plus 3 plus 1, 6, 3, 9, 1, 10 ആണോ? 10 ആണ് അല്ലെ. 1 to 4, 4 to 5ന്റെയോ 10ഉം 1ഉം 11. ശരിയല്ലേ? ക്രാഷ് ടൈം ആണ്, നോർമൽ അല്ല. ഇനി നിങ്ങൾ നോർമൽ ടൈം എഴുതുക. എത്രയാണ്? 20 ആണ് അല്ലെ. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചാണല്ലോ. 1 to 3, 3 to 4, 4 to 5ന്റെ നോർമൽ ടൈം നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 20. 1 to 2, 2 to 4, 4 to 5ന്റെ എത്ര വരും? 9 plus 5, 14, 16. ശരിയല്ലേ? 16. Then 1 to 4, 4 to 5ന്റെയോ 1 to 4, 4 to 5ന്റെ നോർമൽ ടൈം എത്ര വരും? 15ഉം 15ഉം 2ഉം 17 ആണോ? 17 ആണ്. ഓക്കെ. നമ്മളപ്പോ ആദ്യത്തെ ക്രാഷിംഗ് ചെയ്യാൻ പോവാണ്, ഫസ്റ്റ് ക്രാഷിംഗ് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾ ഇതാ ഇവിടെ 1 ഇടണം കേട്ടോ. ഈ നോർമൽ ടൈമിന് മുകളിൽ 1 കൊടുക്കുക. ഇവിടുത്തെ ഹൈയസ്റ്റ് വാല്യൂ ഏതാണ്? ഈ കോളം നോക്കുമ്പോൾ, നോർമൽ ടൈമിലെ ഈ കോളം നോക്കുമ്പോൾ ഇവിടെ ഹൈയസ്റ്റ് വാല്യൂ വരുന്നത് ഏതാണ്? ഈ 20 ആണ് അല്ലെ. 20 ആണ്. ഓക്കെ, ആദ്യത്തെ പാത്താണ്. അപ്പൊ നമ്മൾ 1 എഴുതി, ഇവിടെ 1 എഴുതിയിരിക്കുന്നത്. സോ 1 എഴുതി ഈ പാത്ത് അതേപടി ഇങ്ങോട്ട് കോപ്പി ചെയ്യാം. ഏത്? ഫസ്റ്റ് പാത്ത്. ഓക്കെ, അതേപടി കോപ്പി. ഹൈയസ്റ്റ് വരുന്ന ഏതാണോ അതെടുക്കുക, ആ പാത്ത് എടുക്കുക, അതേപടി താഴോട്ട് എഴുതുക. 1 നമ്പർ ഇട്ടു. ഓക്കെ, എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റ് സ്ലോപ്പുകൾ എഴുതുക ഓരോ ആക്ടിവിറ്റിയുടെ. 1 to 3 എടുക്കുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് സ്ലോപ്പ് എത്ര നമ്മൾ കണ്ടുപിടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. എത്രയാണോ നിങ്ങൾ നോക്ക്. 1 to 3യുടെ 25. 3 to 4ന്റെ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? എത്രയാ? 3 to 4ന്റെ 15. പിന്നെ 4 to 5. 4 to 5ന്റെ കോസ്റ്റ് സ്ലോപ്പ് എത്രയാ? 40. ഇതിൽ ഏതാണ് മിനിമം, ഇവിടെ എവിടാണ് കോസ്റ്റ് കുറവ് എന്നുള്ള ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. ഏതിന്റെയാണ് കോസ്റ്റ് കുറവ് ആ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഇവിടുത്തെ ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇവിടുത്തെ ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15 ആയിരിക്കും. 15 ആയിരിക്കും. ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15 ആയിരിക്കും. 3 to 4 എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലേക്ക് നേരെ പോവുക. ഡയഗ്രത്തിൽ 3 to 4 എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലേക്ക് നേരെ പോവുക. നിങ്ങൾക്ക് കാണാം അവിടെ 10 ആണ് നോർമൽ ടൈം. നമ്മളത് വെട്ടി എത്ര എഴുതും? 9 എഴുതും. ഇതാണ് സംഭവം. മനസ്സിലായോ? 10 വെട്ടി നമ്മൾ 9 എഴുതും. നമ്മൾ സെലക്ട് ചെയ്ത സെൽ ഏതാ? സെലക്ട് ചെയ്ത ആക്ടിവിറ്റി ഏതാ? 3 to 4 ആണ്. അവിടാണ് കോസ്റ്റ് കുറവ് വന്നത്. സോ അവിടുത്തെ കോസ്റ്റ് എത്രയാണോ അതാണ്, കോസ്റ്റ് സ്ലോപ്പ് എത്രയാണോ അതായിരിക്കും ക്രാഷ് കോസ്റ്റ്. നേരെ ആ 3 to 4 എന്ന് പറയുന്ന ആക്ടിവിറ്റി പോയി അവിടുത്തെ നോർമൽ ടൈം എത്ര ആയിരുന്നു എന്നുള്ളത് നോക്കുക. 10 ആയിരുന്നു ഇവിടെ. സോ അത് വെട്ടി നമ്മൾ 9 എഴുതി. ഫസ്റ്റ് ക്രാഷിംഗ് കഴിഞ്ഞു. ഇനി വീണ്ടും നോർമൽ ടൈം എഴുതാം. നോർമൽ ടൈം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 1 to 3യുടെ 8, 3 to 4ന്റെ 10 അല്ല നീ എടുക്കേണ്ടത്. എത്ര എടുക്കേണ്ടത്? 9 ആണ് എടുക്കേണ്ടത്.
മനസ്സിലായോ? അപ്പൊ 30 വെട്ടും 17, 17 രണ്ടും എത്ര വരും? 19 വരുന്ന ഇനി 19. 1 to 2, 2 to 4, 4 to 5 എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. അവിടെ നമ്മൾ ക്രാഷിംഗ് ഒന്നും നടത്താത്തത് കൊണ്ട് തന്നെ സെയിം ആയിരിക്കും. 16ഉം 17ഉം തന്നെ വരും അല്ലെ? 16ഉം 17ഉം തന്നെ. ഇവിടെ ഏതാണ് ഹയസ്റ്റ്? ഇവനാണ് ഹയസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യും? അവനെ പെറുക്കി 2 നമ്പർ ഇട്ടിട്ട്, ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെ നമ്മൾ 2 നമ്പർ ഇട്ട് ആ പാത്ത് അതുപോലെ ഇങ്ങോട്ട് എഴുതുക. ഓക്കെ. 1 to 3യുടെ കോസ്റ്റ് സ്ലോപ്പ് എത്രയാ? 25. 3 to 4ന്റെ കോസ്റ്റ് സ്ലോപ്പ് എത്രയാ? 15. 4 to 5ന്റെ കോസ്റ്റ് സ്ലോപ്പ് എത്രയാ? 40. ഇതിലേതാ മിനിമം? 3 to 4 തന്നെയാണ് മിനിമം. ഇവിടുത്തെ ക്രാഷ് കോസ്റ്റ് എത്രയായിരിക്കും? 15 ആണോ? അല്ല, ക്യുമുലേറ്റ് ചെയ്താണ് എഴുതേണ്ടത്. നേരത്തെ 15 ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഈ 15 കൂടെ ആഡ് ചെയ്ത് എഴുതുക. അപ്പൊ 30 വരും. ഒരിക്കലും നിങ്ങൾ 15 എഴുതരുത്, തെറ്റിപ്പോകും. ക്യുമുലേറ്റ് ചെയ്താണ് എഴുതേണ്ടത് കേട്ടോ. തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നത് ക്യുമുലേറ്റ് ചെയ്താണ് ക്രാഷ് കോസ്റ്റ് എഴുതേണ്ടത്. 30 വരും. എവിടെ പോയി നമ്മൾ 1 കട്ട് ചെയ്യണം? 3 to 4 എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ പോയി തന്നെ 9 വെട്ടി 8 എഴുതുക. മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ. വീണ്ടും നോർമൽ ടൈം കണ്ടുപിടിക്കുക. എത്ര വരും? വീണ്ടും 3 to 4 എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റിയിൽ 9 വെട്ടി 8 എഴുതി. അപ്പോൾ ഒരു കുറവ് വരും അല്ലെ? 8 8ഉം 16ഉം 2ഉം 18 ആവും. ശരിയല്ലേ? 18 ആവും. ശരിയല്ലേ? ഇവിടെ ഒന്നും യാതൊരു മാറ്റവും ഇല്ല. ടൈം ഒന്നും ക്രാഷ് ആയി പോയിട്ടില്ല. സോ സെയിം. ഇവിടെയും ഹൈയസ്റ്റ് ഏതാണ്? 18 ആണ്. സോ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ആ ആക്ടിവിറ്റി എടുത്ത് എഴുതണം. 45. 1 to 3യുടെ 25, 3 to 4ന്റെ 15, 4 to 5ന്റെ 40 അല്ലെ? സോ ഇവിടെ വീണ്ടും ഇത് തന്നെയാണ് ആക്ടിവിറ്റി. കോസ്റ്റ് സ്ലോപ്പ് കുറവുള്ളത് അവിടെയാണ്. സോ അത് തന്നെയായിരിക്കും ക്രാഷ് കോസ്റ്റ് ആയിട്ട് വരിക. 15 ആണോ എഴുതണ്ടേ? അല്ല, 30നോടൊപ്പം ഈ 30നോടൊപ്പം ഈ 15 കൂട്ടണം. ക്യുമുലേറ്റ് ചെയ്താണ് വരുന്നത്. അപ്പൊ എത്ര വരും? 45. ശരിയല്ലേ പറഞ്ഞേ? 3 to 4ൽ പോയി വെട്ടാൻ മറക്കരുത്. ഇതൊക്കെ എഴുതി ഓക്കെ. 3 to 4 പോയി വെട്ടാൻ മറക്കരുത്. അവിടാണ് തെറ്റിപ്പോന്നെ. 3 to 4ൽ എത്രയായിരുന്നു? 8 ആയിരുന്നു. അത് വെട്ടി നമ്മൾ എത്ര എഴുതി? 7 എഴുതി. വീണ്ടും ടൈം നോക്കുക. വീണ്ടും നോർമൽ ടൈം നോക്കുക. എത്ര വരും? 17 ആവും അല്ലെ? 17, 16, 17. അയ്യോ, പ്രശ്നമായി. രണ്ടിടത്ത് ഒരുപോലെ വന്നു. അപ്പൊ എന്ത് ചെയ്യും? രണ്ടിടത്ത് ഒരുപോലെ വന്നിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും കൂട്ടുകാരെ? ഇതൊന്ന് മായ്ക്കാണ്. ഇത്രയൊന്ന് മായ്ക്കാണ്. കാരണം എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. ഇതൊന്ന് മായ്ക്കാണ്. ഇതെല്ലാം നിങ്ങൾ എഴുതി എടുത്തിട്ടുണ്ടാവുമല്ലോ. ഓക്കെ. 4ാമത്തെ ക്രാഷിങ്ങിൽ വന്നപ്പോ ഒരു പ്രശ്നം. എന്താ പ്രശ്നം? 2 17 കിടക്കും. 2 ഇങ്ങനെ സെലക്ട് ചെയ്തു. നോ പ്രോബ്ലം. എന്നിട്ട് ഇങ്ങനെ എഴുതുക. എങ്ങനെ എഴുതും? 1 to 3, 3 to 4, 4 to 5 സ്ലാഷ് ഇടുക. പിന്നെ ഏതാ ഉള്ളത്? 1 to 4ഉം 4 to 5. ഒരു പ്രശ്നമില്ല. ഇവിടെ നമ്മൾ കോമണും കോമ്പിനേഷനും എന്ന് പറയുന്ന ഒരു സംഗതി ചെയ്യും. കോമണും കോമ്പിനേഷനും. ഈ 2 പാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. അത് ഏതാണെന്ന് പറയാമോ? 2 പാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടല്ലോ. ഏതാണ്? 4 to 5 അല്ലെ? സോ നമുക്ക് ജസ്റ്റ് കോമൺ എന്ന് എഴുതിയിട്ട് 4 to 5 എന്ന് എഴുതി. അതിന് 4 to 5ന്റെ എത്രയാ കോസ്റ്റ് സ്ലോപ്പ്? 4 to 5ന്റെ കോസ്റ്റ് സ്ലോപ്പ് എത്ര? 4 to 5 40 ആണ്. ഓക്കെ. കോമൺ ആയിട്ടുള്ളതിന്റെ നമ്മൾ എഴുതി. സോ ഒന്ന് വെട്ടുക. ഒരു തവണ വെട്ടിയാൽ മതി. ഒറ്റ തവണ. ക്രാഷ് കംപ്ലീറ്റ് ആകാത്തത് കൊണ്ട് ഒരു തവണയെ വെട്ടാവും. നമ്മൾ എടുത്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ എടുത്തു, കോമണെ നമ്മൾ കൺസിഡർ ചെയ്തു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ വെട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കുള്ളത് കോമ്പിനേഷൻസ് ആണ്. എന്തൊക്കെയാണ്? കോമ്പിനേഷൻസ് ആണ്. ഇത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ എഴുതണം. എങ്ങനെ എഴുതും? ഒരു കോമ്പിനേഷൻ ഞാൻ പറയാം. 1 to 3, 1 to 4. അതൊരു കോമ്പിനേഷൻ അല്ലേ?
1 to 3 1 to 4 ഒരു കോമ്പിനേഷൻ അല്ലേ. 1 to 3യുടെ കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് സ്ലോപ്പ് എത്രയാണ്? 1 to 3യുടെ 25 ആണ്. 25 ആണോ? 1 to 3യുടെ 25. 1 to 4ന്റെ എത്രയാ? 1 to 4ന്റെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണേ. 1 to 4ന്റെ എത്രയാ? പറ 1 to 4ന്റെ എത്രയാ? 30. എത്ര വരും? 54. അടുത്ത കോമ്പിനേഷൻ ഏതാ ഉള്ളത്? ഒരു കോമ്പിനേഷനെ നമ്മൾ എഴുതിയുള്ളൂ. അടുത്ത കോമ്പിനേഷൻ ഏതാണ്? 3 to 4 1 to 4 എഴുതരുതോ? 3 to 4 1 to 4 എഴുതരുതോ? എഴുതാം. 3 to 4 1 to 4. 3 to 4ന്റെ വാല്യൂ കോസ്റ്റ് സ്ലോപ്പ് എത്രയാ? 15. 1 to 4ന്റെയോ 30. സോ എത്ര വരും? 45 അല്ലേ? സോ ഇതിലെ ലീസ്റ്റ് ആണ് എടുക്കേണ്ടത്. ഇതിലെ ലീസ്റ്റ് ഏതാണ്? ലീസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് വരിക കോമൺ ആണ് അല്ലേ? കോമണിനാണ്. സോ ഇവിടുത്തെ ക്രാഷ് കോസ്റ്റ് എത്ര ആയിരിക്കും വരിക? ക്രാഷ് കോസ്റ്റ് 40 ആണോ? അല്ല, തൊട്ട് മുമ്പത്തെ ഉണ്ട് കിടപ്പുണ്ട്. എത്രയായിരുന്നു തൊട്ട് മുമ്പത്തെ? എത്രയായിരുന്നു? 45ഓ? തൊട്ട് മുമ്പത്തെ എത്രയായിരുന്നു? 45 ആണോ? ഞാൻ മറന്നുപോയി. ഓക്കെ, 45 പ്ലസ് 40 ചെയ്യണം. 45 പ്ലസ് 40 ചെയ്യണം. 85 അല്ലെ? ക്രാഷ് കോസ്റ്റ് 85. എവിടെ പോയി ഒരെണ്ണം വെട്ടണം നമ്മള്? 4 to 5 എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലേക്ക് പോവുക. 4 to 5 എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇതാ ഇവനാണ് അല്ലെ? 4 to 5 എന്ന് പറയുന്ന ആക്ടിവിറ്റി 2 ആയിരുന്നു നോർമൽ ടൈം. അത് നമ്മൾ വെട്ടി 1 ആക്കി. ഇവിടെ ക്രാഷ് കംപ്ലീറ്റ് ആയില്ലേ അല്ലേ? ക്രാഷ് ടൈം എത്രയായിരുന്നു? ഇവിടെ 1 അല്ലായിരുന്നു. അതുകൊണ്ട് ക്രാഷ് കംപ്ലീറ്റ് ആയെന്ന് പറയാം. ഗോട്ട് ഇറ്റ്? കിട്ടിയോ നിങ്ങൾക്ക്? സംഗതി കിട്ടിയോ? സോ ക്രാഷ് കംപ്ലീറ്റഡ് ആവുമ്പോ നമ്മളിതാ ഇങ്ങനെ വരയ്ക്കണം. കണ്ടോ? ഇങ്ങനെ അങ്ങ് വെട്ടിയേക്കണം. ക്രാഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവനെ നമ്മൾ ഇങ്ങനെ ക്രോസ് വെട്ടി ആണ് ഡിനോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യുക? നോർമൽ ടൈം എഴുതുക. ഒന്നുകൂടെ ചെക്ക് ചെയ്യണം കേട്ടോ. അവിടെ ഇവിടെയൊക്കെ വെട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ നിങ്ങൾ മനക്കണക്കിൽ പോയി ചെയ്യരുത്. ഒന്നുകൂടെ നിങ്ങൾ ടൈംസ് ഒക്കെ നോക്കണം. എത്ര? ഫസ്റ്റ് പാത്താണെങ്കിൽ 8 7 15 1 16 വരും അല്ലെ? 16 വരും. സെക്കൻഡ് പാത്താണെങ്കിലോ 9 5 14 14 1 15 അല്ലേ വരുന്നത്? ലാസ്റ്റ് പാത്തിലോ 1 to 4 4 to 5 15 1 16. ശരിയല്ലേ? താണ്ട് കിടക്കുന്നു. ഇവിടെയും പ്രശ്നം. രണ്ടെണ്ണം കിടക്കുന്നു. നമ്മൾ രണ്ടും അങ്ങ് സെലക്ട് ചെയ്യും. അതിനെന്താ, നമുക്ക് യാതൊരു പ്രശ്നമില്ല. രണ്ട് ഭാഗത്തും അങ്ങോട്ട് എഴുതുക. 3 to 4 4 to 5 അല്ലെ? സ്ലാഷ് 1 to 4 4 to 5. ഓക്കെ ആണോ? കോമൺ ഉണ്ടോ? കോമൺ ഉണ്ടായിരുന്നു. പക്ഷെ അവനെ നമ്മൾ കംപ്ലീറ്റഡ് ആക്കി. ക്രാഷ് കംപ്ലീറ്റഡ് ആക്കി കഴിഞ്ഞാൽ അവനെ നമ്മളിതാ ഈ രീതിയിൽ ക്ലോസ് ചെയ്യണം. പിന്നെ അവനെ കൺസിഡർ ചെയ്യാനേ പാടില്ല. ക്രാഷ് കംപ്ലീറ്റ് ആയവനെ പിന്നെ കൺസിഡർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഡബിൾ ലൈൻസ് വരയ്ക്കും, ക്രോസ് വരയ്ക്കും. ഓക്കെ, ഇനി നമുക്ക് ഏതേ ഉള്ളൂ? കോമ്പിനേഷനേ ഉള്ളൂ അല്ലെ? കോമ്പിനേഷൻ അല്ലേ ഉള്ളൂ. കോമൺ ഉണ്ടോ? കോമ്പിനേഷൻ അല്ലേ ഉള്ളൂ. ഏതൊക്കെയാണ് കോമ്പിനേഷൻ? 1 to 3 പ്ലസ് 1 to 4, പിന്നെ 3 to 4 പ്ലസ് 1 to 4. എത്ര വരും വാല്യൂസ്? 1 to 3 1 to 4 ആകുമ്പോ ഏകദേശം 55 രൂപ വരും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോ കേട്ടോ. ആഡ് ചെയ്യുമ്പോൾ 3 to 4 വരുന്ന ഏകദേശം 45 ആയിരിക്കും. 45 വരും. 3 to 4 പ്ലസ് 1 to 4 കോസ്റ്റ് സ്ലോപ്പുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 45 വരും. സോ നമ്മൾ ഏതാ സെലക്ട് ചെയ്യുക? ഇവനെ അല്ല സെലക്ട് ചെയ്യുക, 45 അല്ല സെലക്ട് ചെയ്യുക. സോ ക്രാഷ് കോസ്റ്റ് എത്രയായിരിക്കും? മുമ്പ് എത്രയായിരുന്നു? 85 അല്ലായിരുന്നോ? 85നോടൊപ്പം എന്ത് ചെയ്യുക? 45 കൂടെ ആഡ് ചെയ്യുക. എത്ര വരും? 5 പ്ലസ് 130 ആണോ? 130. ഓക്കെ, എവിടൊക്കെ പോയി കുറയ്ക്കണം നമ്മള്? ഇവിടെ ഒന്നില് മാത്രമല്ല പോയി കുറയ്ക്കേണ്ടത്.
3 to 4ലും പോയി കുറയ്ക്കണം, 1 to 4ലും പോയി കുറയ്ക്കണം. അപ്പൊ നമുക്ക് നോക്കാം. 3 to 4ൽ എത്രയായിരുന്നു? 7 ആയിരുന്നു. 7 ആയിരുന്നു. വെട്ടി 6 എഴുതി. ദാ ക്രാഷ് കംപ്ലീറ്റ് ആയി. ക്രാഷ് കംപ്ലീറ്റ് ആയി. അയ്യോ, പ്രശ്നമായോ? ഒരു പ്രശ്നമില്ല. നമ്മൾ ഇങ്ങനെ അങ്ങ് വരയ്ക്കും. പിന്നെ എവിടെ വെട്ടാനുള്ളത്? 1 to 4ല്. 1 to 4ൽ എത്രയാ? 15 ആയിരുന്നു നോർമൽ ടൈം. അത് വെട്ടി നമ്മൾ എത്ര എഴുതും? 14 എഴുതും. നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. ഓക്കെ, അത് കഴിഞ്ഞു. വീണ്ടും നോർമൽ ടൈം ചെക്ക് ചെയ്യുക. ഇച്ചിരി പണിയാ, അപ്പം എനിക്കറിയാം, പക്ഷെ ശ്രദ്ധിച്ചിരുന്നാലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. വീണ്ടും നോർമൽ ടൈം എഴുതും. നിങ്ങൾ പറ, എത്ര വരും നോർമൽ ടൈം? 15. അയ്യോ, പണിയായി സാറേ, പണിയായി സാറേ. ആണോ? പണിയായോ? ഗ്യാസ് പണിയായോ? ഒരു പണിയില്ല. അപ്പൊ 3 ഭാഗത്തും അങ്ങ് എഴുതും. 3 ഭാഗം നമ്മൾ എഴുതാൻ പോവാം. 1 to 3, 3 to 4, 4 to 5 അല്ലെ? സ്ലാഷ് 1 to 2, 2 to 4, 4 to 5 സ്ലാഷ് 1 to 4, 4 to 5. ഇതിൽ ക്രാഷ് കംപ്ലീറ്റഡ് ആയ ഏതൊക്കെയുണ്ട്? 4 to 5 ഉണ്ടല്ലേ? പിന്നെ വേറെ ഉണ്ടല്ലോ 3 to 4 ഉണ്ടല്ലേ? 3 to 4 വെട്ട്, അവനെ വെട്ട്. 3 to 4 കംപ്ലീറ്റ് ആയതാണ്. അപ്പൊ നമുക്കിനി കോമ്പിനേഷൻ അല്ലേ ഉള്ളൂ. കോമൺ ഒന്നും ഇല്ലല്ലോ. കോമ്പിനേഷൻ അല്ലേ ഉള്ളൂ. സോ കോമ്പിനേഷൻ എഴുതിക്ക്. ഫസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 1 to 3 പ്ലസ് 1 to 2 പ്ലസ് 1 to 4. ഇതൊരു കോമ്പിനേഷൻ അല്ലേ? 75 വരും. ആഡ് ചെയ്യുമ്പോൾ 75 വരും. വേറൊരു കോമ്പിനേഷൻ 1 to 3, 2 to 4, 1 to 4. അതൊരു കോമ്പിനേഷൻ അല്ലേ? ശരിയല്ലേ പറഞ്ഞേ? ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 65. കോമ്പിനേഷൻ ആയല്ലോ. 3 എണ്ണത്തിൽ നിന്നും കോമ്പിനേഷൻ, 3 എണ്ണത്തിൽ നിന്നും വരണം. ഒരു കോമ്പിനേഷനിൽ 3 പാത്തിൽ നിന്നും സാധനങ്ങൾ ഉണ്ടാവണം, എന്നാലേ കോമ്പിനേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അത് 2 എണ്ണത്തിൽ നിന്നും എടുത്ത് എഴുതി വെച്ചിട്ട് കാര്യമില്ല. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എത്ര പാത്ത് ഉണ്ടോ അത്രയും പാത്തിൽ നിന്ന് ഓരോന്ന് വരണം കേട്ടോ. ഇവിടെ 65 ആണ്. ക്രാഷ് കോസ്റ്റ് അപ്പൊ എത്ര വരും? പ്ലസ് 65 എത്ര വരും? 130 പ്ലസ് 65 195 ആണ്. 195. അപ്പൊ ഏതൊക്കെ ആക്ടിവിറ്റിയിൽ പോയി നമ്മൾ 1 കട്ട് ചെയ്യണം? 1 to 3യിൽ പോയി 1 കട്ട് ചെയ്യണം. 1 to 3 എന്ത് ചെയ്യും? 1 to 3 8 ആയിരുന്നു. അവനെ വെട്ടി നമ്മൾ എത്ര എഴുതും? 7 എഴുതും. പിന്നെ വേറെ എവിടാ? 2 to 4ൽ എത്രയാണ്? 5 ആണ്. അവനെ വെട്ടി നമ്മൾ 4 എഴുതും. 1 to 4ൽ എത്രയാ? 1 to 4ൽ 14 ആയിരുന്നു. അവനെ വെട്ടി നമ്മൾ 13 എഴുതി. ഒരു പ്രശ്നമില്ല. എങ്ങും എവിടെയും ക്രാഷ് കംപ്ലീറ്റഡ് ആവുന്നില്ല. സോ നോ പ്രോബ്ലംസ്. 7 എഴുതുക. 7 നോർമൽ ടൈം കണ്ടുപിടിക്കും. വീണ്ടും നോർമൽ ടൈം കണ്ടുപിടിക്കും. എത്ര വരും? 14. ആണോ? ചെക്ക് ചെയ്തേ. നിങ്ങൾ ചെക്ക് ചെയ്യ്. നോർമൽ ടൈം വീണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ശരിയാണോ? 3 പാത്തിലും 14 ആണോ വരുന്നത് നോക്കി. നോർമൽ ടൈം, നോട്ട് ക്രാഷ് ടൈം. നോർമൽ ടൈം ആണ്. ഉറപ്പാണ്? ഓക്കെ. വീണ്ടും നമുക്ക് പാത്ത് എഴുതണം അല്ലെ? പാത്ത് എഴുതാം. ഒരു പ്രശ്നമില്ല. 7 1 to 3, 3 to 4, 4 to 5 സ്ലാഷ് 1 to 2, 2 to 4, 4 to 5 സ്ലാഷ് 1 to 4, 4 to 5. ഇതില് ഓൾറെഡി ക്രാഷ് ആയി പോയിട്ടുള്ളത് ഏതൊക്കെയാണ്? 4 to 5, അതുപോലെ 3 to 4. മുമ്പേ നമ്മൾ എഴുതിയ അതേ കോമ്പിനേഷൻ തന്നെ വരും. വേറെ വ്യത്യാസമൊന്നും അല്ലെ? സോ കോമ്പിനേഷൻ എഴുതിക്കോ. എങ്ങനെ എഴുതാം? 1 to 3, 1 to 2 പ്ലസ് 1 to 4. അതൊരു കോമ്പിനേഷൻ. അതിന്റെ വാല്യൂ എത്ര വരും? 75 വരും. പിന്നെ ഒരു കോമ്പിനേഷൻ 1 to 3, 2 to 4, 1 to 4.
ന്റെ വാല്യൂ എത്ര വരും? 65 വരും. ഓക്കെ, ഏതായിരിക്കും സെലക്ട് ചെയ്യുക? 65 ആയിരിക്കും സെലക്ട് ചെയ്യുക അല്ലെ? ശരിയാണോ ഞാൻ പറഞ്ഞത്? ക്രാഷ് കോസ്റ്റ് എത്ര ആയിരിക്കും? 195 പ്ലസ് 65 എത്ര വരും? 195 പ്ലസ് 65 260 ആണോ? 260. സോ ഇവിടൊക്കെ പോയി നമ്മൾ ആക്ടിവിറ്റികളിൽ പോയി 1 കുറയ്ക്കണം. 1 to 3 പോകണം. 1 to 3 1 to 3 വന്നേ. 1 to 3 1 to 3 7 വെട്ടി നമ്മൾ 6 എഴുതേണ്ടി വരും അല്ലെ? ദെൻ 2 to 4 1 to 3 വെട്ടി 2 to 4 വെട്ടാം. 2 to 4 എത്രയായിരുന്നു? 4 ആയിരുന്നു. 3 ആയി. ക്രാഷ് കംപ്ലീറ്റ് ആയില്ലേ? ക്രാഷ് കംപ്ലീറ്റ് ആയില്ലേ? ആയോ? പറഞ്ഞ ശരിയാണോ? ക്രാഷ് കംപ്ലീറ്റ് ആയോ? അപ്പൊ നമുക്ക് ഇങ്ങനെ വെട്ടണമല്ലോ. ക്രാഷ് കംപ്ലീറ്റ് ആയി. ഓക്കെ, പിന്നെ ഇനി എവിടെ വെട്ടണ്ടേ? 1 to 4 പോയി വെട്ടണം. 1 to 4 എത്രയായിരുന്നു? 13 ആയിരുന്നു. അത് വെട്ടി 12 എഴുതി. ഓക്കെ, സംഭവം കഴിഞ്ഞു. വീണ്ടും നോർമൽ ടൈം കാണുക. വീണ്ടും നോർമൽ ടൈം കാണുക. എത്രയായിരിക്കും വരിക? 13 ആണോ? ചെക്ക് ചെയ്തേ. 13 ആണോ? ആണ്. ഓക്കെ, എട്ടാമത്തെ ക്രാഷിംഗ് ചെയ്യാം. 8 പാത്ത് എഴുതിക്കോ. 1 to 3 3 to 4 4 to 5 സ്ലാഷ് 1 to 2 2 to 4 4 to 5 സ്ലാഷ് 1 to 4 4 to 5. ക്രാഷ് കംപ്ലീറ്റഡ് ആയിട്ടുള്ളതെല്ലാം ക്ലോസ് ചെയ്തോളൂ. ഒരെണ്ണം കൂടെ പോയില്ലേ? ഏതായിരുന്നു? 2 to 4 പോയി. സോ 2 to 4 വെട്ട. ഒറ്റ കോമ്പിനേഷനേ ഉള്ളൂ. ഏതാണ്? കോമ്പിനേഷനേ ഉള്ളൂ. അത് ഒന്നേ ഉള്ളൂ. എത്രയാണ്? 1 to 3 പ്ലസ് 1 to 2 പ്ലസ് 1 to 4 എത്ര വരും? 75 ആണോ? 75 ആണോ ചെക്ക് ചെയ്യണേ. 75 ആണോ ചെക്ക് ചെയ്തേ. 75 ആണ്. ഓക്കെ, അത് നമ്മൾ സെലക്ട് ചെയ്യും. ഇത് മാത്രമല്ലേ ഉള്ളൂ. ഇത് സെലക്ട് ചെയ്യുന്നു. ക്രാഷ് കോസ്റ്റ് എത്ര വരും? 260 പ്ലസ് 75 335. നിങ്ങൾ എഴുതണേ. ഞാനിപ്പോ ഇവിടെ പെട്ടെന്ന് എഴുതുന്നേ ഉള്ളൂ. നിങ്ങൾ പ്രത്യേകമായിട്ട് തന്നെ എഴുതണം. 335. എവിടൊക്കെ പോയി ഓരോന്ന് കുറയ്ക്കണം? നമ്മൾ 1 to 3 പോയി കുറയ്ക്കണം അല്ലെ? 1 to 3 പോവാം. 1 to 3 എന്ത് ചെയ്യും? 9 ആയിരുന്നു. നമ്മളത് വെട്ടി 8 എഴുതി. ക്രാഷ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, ദെൻ 1 to 2 പോണം. ഒരെണ്ണം വെട്ടണം. 1 to 2 എത്രയായിരുന്നു? 1 to 2 സോറി 1 to 3 പോണം അല്ലെ? 1 to 3 പോണം. 1 to 3 ഞാൻ ആദ്യം പോയത് 1 to 2 പോയി. 1 to 3 പോയി. 6 ആയിരുന്നു. 5 എഴുതി. ക്രാഷ് കംപ്ലീറ്റ് ആയി. ക്രാഷ് കംപ്ലീറ്റഡ്. എങ്ങനെ വെട്ടണം? ഇങ്ങനെ വെട്ടണം. ഇനി എവിടെ പോകാനാ പറഞ്ഞിരിക്കുന്നത്? 1 to 2 1 to 2 പോകണം അല്ലെ? 1 to 2 ഓക്കെ, പോവാം. 1 to 2 9 ആയിരുന്നു. അത് വെട്ടി എത്ര എഴുതി? 8 എഴുതി. ഓക്കെ, കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല. ദെൻ ഒരിടത്തൂടെ പോകണമല്ലോ. 1 to 4 പോകണം. 1 to 4 12 ആണ്. അത് വെട്ടി എത്ര എഴുതും? 11 എഴുതും. ഓക്കെ, എല്ലാം ആയി. വീണ്ടും ടൈമിലേക്ക് പോവാം. നോർമൽ ടൈമിലേക്ക് പോവാം. നമ്മുടെ ഇന്റൻഷൻ എന്താണ് അവിടെ? നമ്മുടെ എയിം എന്താണ് അവിടെ? നമ്മൾ കണ്ടുപിടിച്ച ക്രിട്ടിക്കൽ പാത്ത് ക്രാഷ് കംപ്ലീറ്റഡ് ആയി നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റിയാൽ നമ്മൾ ചെയ്ത പ്രോബ്ലം ശരിയാണ് എന്നുള്ളതാണ്. നോക്കിയേ, നോർമൽ ടൈം എത്ര വരും? 12 ആണോ? 12 ആണോ? ചെയ്യാം. 1 to 3 3 to 4 4 to 5 12 അല്ലേ? കിട്ടിയോ? 1 to 2 2 to 4 4 to 5 1 to 4 4 to
ക്രാഷ് കംപ്ലീറ്റഡ് ആയതെല്ലാം വെട്ടിക്ക്. 2 to 4 കംപ്ലീറ്റഡ്. 1 to 2 1 to 4 മാത്രമേ ഉള്ളൂ അല്ലേ? 1 to 2 1 to 4 മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇത് ചെയ്യേണ്ട പോലും കാര്യമില്ല, ചെയ്യേണ്ട പോലും കാര്യമില്ല. എന്താ സംഗതി? അത് പറയാൻ കാരണം എന്താ? നമ്മൾ കണ്ടുപിടിച്ച ക്രിട്ടിക്കൽ പാത്ത് ഇല്ലായിരുന്നോ? 1 to 3 3 to 4 4 to 5 എന്നുള്ളത്. അത് നമ്മൾ 12ലേക്ക് എത്തിച്ചു. പിന്നെ ഇനി നമ്മൾ എന്തിനു ചെയ്യണം? നമ്മുടെ ആ ക്രാഷ് കംപ്ലീറ്റഡ് ആയി. 1 to 3 മൊത്തം ക്രാഷ് കംപ്ലീറ്റഡ് ആയി, 3 to 4 ക്രാഷ് കംപ്ലീറ്റഡ് ആയി, 4 to 5 ക്രാഷ് കംപ്ലീറ്റഡ് ആയി. നീ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല, എന്റെ ആവശ്യമേ ഇല്ല. ഫർദർ ക്രാഷിംഗ് ഈസ് നോട്ട് പോസിബിൾ. നീ ക്രാഷിംഗേ നടക്കത്തില്ല കേട്ടോ. ഇത് വേണ്ട, കണ്ടുപിടിക്കണ്ട. 9 to 1 കണ്ടുപിടിക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ. ഓക്കെ, ഇവിടെ വരെ മനസ്സിലായോ? ഇപ്പം ഡിഫിക്കൽട്ട് ആണ്. ഒന്നുകൂടെ വീഡിയോ എടുത്ത് കാണുക കേട്ടോ. ഒന്നുകൂടെ നിങ്ങൾ വീണ്ടും വീണ്ടും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സംഗതി പിടികിട്ടും കേട്ടോ. കൃത്യമായിട്ട് എഴുതി വെക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ മനസ്സിലാവാൻ പാടായിരിക്കും. കഴിഞ്ഞിട്ടില്ല, നമുക്കിനി ഒപ്റ്റിമം കോസ്റ്റ് കൂടെ കണ്ടുപിടിക്കണം. അതിനൊരു ഡയഗ്രാം വരയ്ക്കണം. ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ വരയ്ക്കണം. ഞാൻ വരയ്ക്കാം. അപ്പോഴത്തേക്ക് നിങ്ങൾ ആ ചെയ്തതൊക്കെ ഒന്നുകൂടെ നോക്കിക്കോളൂ, ചെയ്തതൊക്കെ ഒന്നുകൂടെ നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, ഈ രീതിയിലൊരു കോളം വരയ്ക്കണേ. ഇവിടെ ടൈം കൊടുക്കുക, ഇവിടെ നോർമൽ കോസ്റ്റ്, then crash cost, then overhead 60 per day, then total cost. അതായത് നമ്മൾ കണ്ടുപിടിച്ച ക്രിട്ടിക്കൽ പാത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 20 ആയിരുന്നു അല്ലെ? അത് നമുക്ക് എത്രയിലേക്ക് മാറ്റണമെന്നാണ് പറഞ്ഞിരുന്നത്? ക്രാഷ് ചെയ്ത് 12ലേക്ക് എത്തിക്കണമെന്നാണ് പറഞ്ഞിരുന്നത് അല്ലെ? സോ ഓരോ തവണ ഓരോന്ന് കുറയ്ക്കുമ്പോൾ, ഓരോ ഡേയ്സ് കുറയ്ക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന കോസ്റ്റുകളാണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. തുടങ്ങേണ്ട എവിടെ നിന്നാണ്? 20യിൽ നിന്നാണ്. 20യിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് വരണം? 12ലേക്ക് വരണം അല്ലെ? സോ 20യിൽ നിന്ന് നേരെ ബാക്കിലോക്ക് കേട്ടോ. 17 16 15 14 13 12
20 നിന്ന് നമുക്ക് എത്രയിലേക്ക് എത്തിക്കണം? 12 എത്തിക്കണം. ഡ്യൂറേഷൻ 12 എത്തിക്കണം അല്ലെ? സോ അതിന് നമ്മൾ പറഞ്ഞു അഡീഷണൽ ആയിട്ട് ക്രിട്ടിക്കൽ പാത്തിലേക്ക് റിസോഴ്സസ് ആഡ് ചെയ്യേണ്ടി വരും, അതിന് കോസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ? സോ നോർമൽ കോസ്റ്റ് എത്രയാണ് ഉണ്ടാവുന്നത്? അത് ക്വസ്റ്റനിൽ ഉണ്ടല്ലോ. നോർമൽ കോസ്റ്റ് എത്രയാണ്? ഇതിന്റെ ടോട്ടൽ അങ്ങ് എടുത്താൽ മതി. എത്ര വരും ഒന്ന് നോക്കിക്കേ. 1940 ആണ്. 1940 ആണോ ഒന്ന് നോക്കിയാൽ ചെക്ക് ചെയ്തേരെ. അല്ലേ? സോ ആ എമൗണ്ട് ഇവിടെ മൊത്തം കൊടുത്തോളൂ. എല്ലായിടത്തും 1940. ഓക്കെ. ടൈം 20 ആയിരിക്കുമ്പോ അവിടെ ക്രാഷ് കോസ്റ്റ് ഉണ്ടാവുന്നുണ്ടോ? നമ്മൾ ക്രാഷ് ചെയ്യുമ്പോഴല്ലേ ക്രാഷ് കോസ്റ്റ് ഉണ്ടാവുന്നുള്ളൂ. 20 ആയിരിക്കുമ്പോൾ നമ്മൾ ക്രാഷ് ചെയ്യപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ ക്രാഷ് കോസ്റ്റ് ഇല്ല. എന്നാൽ 19 ആവുമ്പോ ക്രാഷ് കോസ്റ്റ് ഉണ്ടാവും അല്ലെ? നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ക്രാഷിങ്ങിലെ നോക്കിയ എമൗണ്ട് എത്രയാണ്, ക്രാഷ് കോസ്റ്റ് എത്രയാന്ന് നോക്കി. ഫസ്റ്റ് ക്രാഷ് ചെയ്തപ്പോ അതിനുണ്ടായ ക്രാഷ് കോസ്റ്റ് എത്രയാന്ന് നോക്കി. 15 അല്ലേ? 15 അല്ലേ? പിന്നെ നിങ്ങൾ ക്യുമുലേറ്റ് ചെയ്ത് എഴുതിയത് അതേപടി താപ്പോട്ട് കൊടുത്തോളൂ. 15, അതുപോലെ 30, 45, 85, 130, 195, 260, 335. കണ്ടോ? അതായത് 20 ആയിരിക്കുമ്പോ എന്തായാലും ക്രാഷ് ചെയ്തിട്ടില്ല, ക്രാഷ് കോസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷെ 19 ആക്കുമ്പോൾ അവിടെ ക്രാഷ് കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. ടൈം നമ്മൾ കുറച്ചില്ലേ, അപ്പൊ അതിന് കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. അഡീഷണൽ റിസോഴ്സസ് ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും, അതിന് കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. അതാണ് 15 രൂപ. അതുപോലെ 18 ആയപ്പോഴത്തേക്ക് അത് കൂടി, 15 കൂടെ കൂടി, എത്രയായി? 30 ആയി അല്ലേ? അങ്ങനെ 335 വരെ എഴുതിയോ? ഓവർഹെഡ് ₹60 പെർ ഡേ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓവർഹെഡ് അറ്റ് 60 പെർ ഡേ. അതായത് 20 ഡേയ്സിന് 60, 19 ഡേയ്സിന് 60, അതുപോലെ 18 ഡേയ്സിന് 60. അങ്ങനെ സപ്പോർട്ട് കണ്ടുപിടിച്ചു. എത്ര വരും? 1200, 1740, 1080, 1020, 960, 900, 840, 780, 720. ടോട്ടൽ കോസ്റ്റ്, നോർമൽ കോസ്റ്റ് പ്ലസ് ക്രാഷ് കോസ്റ്റ് പ്ലസ് ഓവർഹെഡ് ആണ് ടോട്ടൽ കോസ്റ്റ്. നോർമൽ കോസ്റ്റ് പ്ലസ് ക്രാഷ് കോസ്റ്റ് പ്ലസ് ഓവർഹെഡ്. എത്ര വരും ടോട്ടൽ കോസ്റ്റ്? 20യുടെ കേസിലാണ്, അവിടെ ക്രാഷ് കോസ്റ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ എത്ര വരും? 3140 വരും. ദെൻ 1940 പ്ലസ് 15 പ്ലസ് 1140 എത്ര വരും? 3095. സോ ആ രീതിക്ക് ടോട്ടൽ കോസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചോളൂ. കണ്ടുപിടിച്ചോ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒപ്റ്റിമം പ്രൊജക്ട് കംപ്ലീഷൻ കോസ്റ്റ് ആൻഡ് ടൈം ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഇവിടുത്തെ ഒപ്റ്റിമം, ഈ ടോട്ടൽ കോസ്റ്റ് നിങ്ങളൊന്ന് നോക്കി. ഇവിടുത്തെ ഒപ്റ്റിമം കോസ്റ്റ് ഏതായിരിക്കും എന്ന് നോക്കാമോ? ഒപ്റ്റിമം കോസ്റ്റ്, ഒപ്റ്റിമം ലെവൽ 3140. ഇച്ചിരി കുറയുന്നു, പിന്നെ കൂടുകയാണ് അല്ലെ? ഈ ഒരു പോയിന്റിൽ 2970 എത്തുമ്പോ പിന്നീട് അങ്ങോട്ട് കൂടുകയാണ്. 2975 ആവുന്നു, 2980 ആവുന്നു, 2995 ആവുന്നു. സോ ഒപ്റ്റിമം ഏതായിരിക്കും? ഇതായിരിക്കും ഒപ്റ്റിമം 2970. ഓക്കെ, അതായത് 15 ഡേയ്സ്
ഒപ്റ്റിമം കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2970യും അതുപോലെ ടൈം എത്രയായിരിക്കും? 15 ഡേയ്സും ആയിരിക്കും. ഓക്കെ. ഇനി മിനിമം ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്തെഴുതാം? ഇത് എഴുതാം. മിനിമം ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ വരുന്നത്, അതായത് ക്രാഷിന്റെ 12ാമത്തെ ആ ടൈം, 12 എന്ന് പറയുന്ന ടൈം, അത് ടൈം 12ഉം കോസ്റ്റ് 2995 ആയിരിക്കും. മിനിമം ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ കേട്ടോ. ഓക്കെ, ഇതാണ് അപ്പൊ ക്രാഷിംഗ്. എന്തുണ്ട്, മനസ്സിലായോ എല്ലാവർക്കും? ഇപ്പൊ ബുദ്ധിമുട്ടാണല്ലേ, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊക്കെ വരും. ഒരേ സമയം നമ്മള് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ, ഇടയ്ക്ക് വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉൾപ്പെടെ തെറ്റും. അപ്പൊ അങ്ങനെ തെറ്റാതെ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ഒരെണ്ണം കൂടെ വേണോ? പ്രോബ്ലം ഒരെണ്ണം കൂടെ വേണോ? എന്താ പറയുന്നത്? ടെക്സ്റ്റിലെ വേണമെങ്കിൽ നമുക്ക് ആ ഇലിസ്ട്രേഷൻ 6 ഒന്ന് ചെയ്യാം. ടെക്സ്റ്റിലെ ഇലിസ്ട്രേഷൻ 6 ഒന്ന് എടുത്തു നോക്കിയേ. ടെക്സ്റ്റിലെ ഇലിസ്ട്രേഷൻ 6 ഇതാ കണ്ടോ? നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ എഴുതുക, നെറ്റ്വർക്ക് തയ്യാറാക്കുക, നോർമൽ ടൈമും ക്രാഷ് ടൈമും ആ നെറ്റ്വർക്കിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ക്രിട്ടിക്കൽ പാത്ത് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രാഷ് കോസ്റ്റ് കണ്ടുപിടിക്കുക, കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഇത്രയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബാക്കി ഞാനിവിടെ ചെയ്യാൻ സഹായിക്കാം. എല്ലാം കൂടെ ചെയ്താൽ സമയം പോകും. ഇത്രയും നിങ്ങൾ ചെയ്യാമെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം തരാം. ഇത്രയും കാര്യങ്ങൾ ആ ഒരു സമയത്തിനകത്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അതിനുശേഷം ഞാൻ ക്രാഷിങ്ങിലേക്ക് കടക്കാം. ക്രാഷിങ്ങിന്റെ ആ പ്രൊസീജിയർ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടാതെ വരും. ക്വസ്റ്റ്യൻ എഴുതുക, ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രത്തിൽ നോർമൽ ടൈമും ക്രാഷ് ടൈമും ഒരേപോലെ, ക്രാഷ് ടൈം ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ക്രിട്ടിക്കൽ പാത്തും അതിന്റെ ടൈമും ക്രാഷിന്റെ ടൈമും കൂടെ കണ്ടുവച്ചേക്കാം. എത്രയിലേക്കാണ് നമ്മൾ, എത്ര ടൈമിലേക്കാണ് നമ്മൾ കുറയ്ക്കേണ്ടത് എന്നുള്ളത് കൂടെ കണ്ടുപിടിക്കും. നോർമൽ ടൈമിൽ നിന്ന് നമ്മൾ ക്രാഷ് ചെയ്ത് എത്രയിലേക്ക് ആക്കണം എന്നുള്ളത് കൊണ്ട് കണ്ടുപിടിക്കുക. അതിനുശേഷം കോസ്റ്റ് സ്ലോപ്പും കൂടെ, ഓരോ ആക്ടിവിറ്റിയുടെയും കോസ്റ്റ് സ്ലോപ്പും കൂടെ കണ്ടുപിടിക്കുകയാണ് ബാക്കി ചെയ്യാൻ ഞാനും കൂടെ സഹായിക്കാം. വേഗം ചെയ്യും.
ചുമ്മാ നോക്കിയിരിക്കല്ലോ, എളുപ്പം ചെയ്യേ. ഓക്കെ, നിങ്ങൾ അത് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഡയഗ്രാം വരയ്ക്കാം. ഇവിടെ സമയം അല്ലെങ്കിൽ ഒത്തിരി പോകും. ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കണേ. ക്രിട്ടിക്കൽ പാത്ത് ഐ തിങ്ക് അതൊക്കെ ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. ക്രിട്ടിക്കൽ പാത്ത് ഇതായിരിക്കും. ടൈം ഡ്യൂറേഷൻ എത്രയായിരിക്കും? ടൈം ഡ്യൂറേഷൻ 22 ആണോ? 6 5 11 11 22. ഇതിന്റെ കറസ്പോണ്ടിങ് ക്രാഷ് എത്ര വരും? 4 3 7 7 4 11 2 15 15ലേക്ക് കൊടുക്കണം അല്ലേ? 4 3 7 7 4 11 14 11 2 11 13 വരും അല്ലേ? ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ പാത്ത് 22 ആണ്. ക്രാഷ് ചെയ്ത് നമ്മൾ എത്രയിലേക്ക് എത്തിക്കണം? 13ലേക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ ദൗത്യം അല്ലേ? ഓക്കെ, നിങ്ങൾ ബോക്സുകളൊക്കെ വരച്ചോ? ബോക്സുകളൊക്കെ വരയ്ക്കണം.
പാത്തുകളൊക്കെ എഴുതിയോ? പാത്തുകളൊക്കെ എഴുതിയോ? മോളിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് പോരെ. 1 to 2, 1 to 5, 5 to 6, 6 to 7. പിന്നുള്ള പാത്ത് ക്രിട്ടിക്കൽ പാത്ത് അല്ലേ? 1 to 2, 2 to 4, 4 to 6, 6 to 7. പിന്നുള്ള പാത്ത് ഏതാ? 1 to 3, 3 to 4, 4 to 6, 6 to 7. ക്രാഷ് ടൈം എഴുതുക. ഇതിന്റെ മൂന്നിന്റെയും ക്രാഷ് ടൈമുകളൊന്ന് എഴുതിക്കേ. എത്ര വരും? 9, 13, 12 അല്ലെ? കറസ്പോണ്ടിങ് നോർമൽ ടൈം എഴുതിക്കേ. 16, 22, 21. ശരിയല്ലേ? ഫസ്റ്റ് ക്രാഷിങ് ചെയ്യാൻ പോവാണ്. ഏതിലാണ് ഹയസ്റ്റ് വാല്യൂ? ഇവിടെയാണ് അല്ലെ? എന്ത് ചെയ്യണം? ആ പാത്ത് എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതണം. 1 to 2, 2 to 4, 4 to 6, 6 to 7. 1 to 2ന്റെ കോസ്റ്റ് സ്ലോപ്പ് എത്രയാ? 200 ആണ്. 2 to 4ന്റെയോ 500 ആണ്. 4 to 6ന്റെ എത്രയാ? 4 to 6 550 ആണ്. 6 to 7ന്റെയോ 350 ആണ്. ഓക്കെ, ഇതിൽ ഏതാണ് കോസ്റ്റ് സ്ലോപ്പ് കുറവുള്ളത്? 1 to 2ലാണ് അല്ലെ? നമ്മൾ ഇത് സെലക്ട് ചെയ്യും. അപ്പൊ ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത് നിലവിൽ എത്രയാണ്? 200 ആണ്. 200. എവിടെ പോയാണ് നമ്മൾ 1 കുറയ്ക്കേണ്ടത്? 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലേക്ക് പോയി അവിടെ നമ്മൾ 6 വെട്ടി 5 എഴുതും. ഓക്കെ, രണ്ടാമത്തെ നോർമൽ ടൈം വീണ്ടും എഴുതും. 15, 21 ആണോ? 15, 21 ആണോ? നോക്കിയിട്ട് പറ. വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ നമ്പറാണ്, ആ ഒരു ടൈമാണ് നമ്മൾ നോർമൽ ടൈം നോക്കാനായിട്ട് എടുക്കേണ്ടത് കേട്ടോ. വെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വെട്ടി എഴുതുന്ന ഏതാണോ നമ്പർ അതാണ് എടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ രണ്ടാമത് 21 അല്ലെ? ഇപ്പൊ 2 പാത്ത് ഉണ്ട് അല്ലെ? 2 എഴുതേണ്ടി വരുന്നു. എഴുതാം. ഏതൊക്കെയാണ് പാത്ത്? 1 to 2, 2 to 4, 4 to 6, 6 to 7. / 1 to 3, 3 to 4, 4 to 6, 6 to 7. കോമൺ ഉണ്ടോ? ഉണ്ട്. കോമൺ ഉണ്ട്. 2 പേരുണ്ട് കോമൺ. 4 to 6 ഉണ്ട്, 6 to 7 ഉണ്ട് കോമൺ ആയിട്ട് അല്ലെ? ഇതിന്റെ രണ്ടിന്റെയും കോസ്റ്റ് സ്ലോപ്പുകൾ എഴുതിക്കേ. 4 to 6ന്റെ എത്ര വരും? 550. 6 to 7ന്റെ 350. കോമ്പിനേഷൻ ഉണ്ടല്ലേ? ഇനി കോമ്പിനേഷൻ എഴുതണ്ടേ? കഴിഞ്ഞോ? ഇല്ല, കോമ്പിനേഷൻ ഉണ്ട്. കോമ്പിനേഷൻ എഴുതണം. ആദ്യത്തെ കോമ്പിനേഷൻ പറഞ്ഞേ. 1 to 2, 1 to 3 അല്ലെ? 1 to 2, 1 to 3. അതുപോലെ തന്നെ 1 to 2, 1 to 3 എന്ന് പറയുമ്പോ എത്ര വരും? 1 to 2 200, 1 to 3 700. അപ്പൊ 900 വരും അല്ലെ? Then 2 to 4, 3 to 4 അല്ലേ? 2 to 4, 3 to 4. 2 to 4, 3 to 4 ഉണ്ട്. 2 to 4ന്റെ എത്രയാ? 500. 3 to 4ന്റെ 550. അപ്പൊ
1050 വരും അല്ലെ, 1050. ഇനിയുണ്ട് കോമ്പിനേഷൻ, രണ്ടെണ്ണമാണോ? ഇനിയും കോമ്പിനേഷൻ ഉണ്ട്. എങ്ങനെയാണ് കോമ്പിനേഷൻ വരിക? ആ എങ്ങനെ വരും? 1 to 2 3 4 3 to 4 എഴുതരുതോ? 1 to 2 3 to 4 എഴുതരുതോ കോമ്പിനേഷൻ? 1 to 2 3 to 4 എത്ര വരും? 1 to 2 3 to 4 7. അതുപോലെ വേറെ ഉണ്ടല്ലോ, എങ്ങനെ എഴുതാം? 2 to 4 1 to 3 എഴുതരുതോ? 2 to 4 1 to 3 എഴുതരുതോ? 2 to 4 1 to 3 എഴുതാം. എത്ര വരും? 2 to 4 1 to 3 1200. അങ്ങനെ 4 കോമ്പിനേഷൻ ഉണ്ട്. കോമ്പിനേഷൻ എല്ലാം എഴുതണം, രണ്ടെണ്ണം ഒന്നും എഴുതിയാൽ പോരാ, എല്ലാ കോമ്പിനേഷനും എഴുതണം. എല്ലാ കോമ്പിനേഷനും എഴുതി അതിൽ നിന്നാണ് ലോവർ എടുക്കേണ്ടത്. സോ ഇതിൽ ഏതാണ് ലോവർ? ഇവനാണ് ലോവർ അല്ലെ, 350 ആണ് ലോവർ. കോസ്റ്റ് സ്ലോപ്പ് ചെറുത് വരുന്നത്. സോ നമ്മുടെ ക്രാഷ് കോസ്റ്റ് എത്ര എഴുതും? ക്രാഷ് കോസ്റ്റ് ക്യുമുലേറ്റ് ചെയ്ത് എഴുതണം. മുമ്പേ 200 ഉണ്ടായിരുന്നു, ഇപ്പൊ 350 ആയി. അപ്പൊ എത്ര വന്നു? 550യോ? 350 പ്ലസ് 200 550. എവിടെ പോയാണ് നമ്മൾ ഒന്ന് ചെയ്യേണ്ട? ക്രാഷ് വെട്ടേണ്ട. ക്രാഷ് ചെയ്യേണ്ട എവിടെ പോയാ? 67 എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ പോയി അവിടെ നമ്മൾ ക്രാഷ് ചെയ്യും. 67 അല്ലേ? ക്രാഷ് കംപ്ലീറ്റഡ് അല്ലേ? ദാണ്ട് കിടക്കുന്നു, ക്രാഷ് കംപ്ലീറ്റ് ആയി. എങ്ങനെ വെട്ടും? ദാ ഇങ്ങനെ വെട്ടും. ഓക്കെ, വീണ്ടും ചെയ്യും. നോർമൽ ടൈം കണ്ടുപിടിക്കും. ഇങ്ങനാണോ വരുന്നത്? ഇങ്ങനാണോ വരുന്നത്? ഇങ്ങനാണല്ലോ അല്ലേ? ഈ രണ്ടെണ്ണം ഉണ്ട് അല്ലേ? രണ്ട് പാത്തും നമുക്ക് എഴുതേണ്ടി വരും. 1 to 2 2 to 4 4 to 6 6 to 7 സ്ലാഷ് 1 to 3 3 to 4 4 to 6 6 to 7. കോമൺ ഏതൊക്കെയുണ്ട്? കോമൺ കംപ്ലീറ്റ് ആയതുപോലെ ഉണ്ടോ? അത് കംപ്ലീറ്റ് ആയുണ്ടോ? ക്രാഷ് കംപ്ലീറ്റ് ആയത് ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്, 6 to 7 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇതാ ഇങ്ങനെ വെട്ടരുതോ? ക്രാഷ് 6 to 7 അല്ലേ കംപ്ലീറ്റ് ആയത്? അതെ അതെ. ഇനി നമുക്ക് കോമൺ എഴുതാം. കോമൺ ആയതുകൊണ്ട് 4 to 6 ഉണ്ട് അല്ലേ? അതിന്റെ വാല്യൂ എത്രയാ? 550. കോമ്പിനേഷൻ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയത് തന്നെ എഴുതാം. കോമ്പിനേഷൻ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയത് തന്നെ വരുള്ളൂ. അത്ര തന്നെയാണ് വരുന്നത്, യാതൊരു വ്യത്യാസവും ഇല്ല, അത് തന്നെ വരും. മുമ്പ് നമ്മൾ ചെയ്തില്ലേ ആ കോമ്പിനേഷൻസ് തന്നെ. ഞാൻ വീണ്ടും എഴുതേണ്ട കാര്യമുണ്ടോ? അങ്ങനെ എഴുതാം. 1 to 2 പ്ലസ് 1 to 3 വരും 900. അതുപോലെ 900 വരും. പിന്നെ 1 to 2 പ്ലസ് 3 to 4 വരും, അതൊരു 750. ദെൻ 2 to 4 പ്ലസ് 1 to 3 വരും, ഒരു 1200. ദെൻ 2 to 4 പ്ലസ് 3 to 4 ഉണ്ട്, 1050. ഓക്കെ, ഇതിൽ ഏതാണ് ലോവർ? ഇവനല്ല ലോവർ, ഇവനല്ല ലോവർ ആണല്ലോ. 550 ആണ്. അപ്പൊ ക്രാഷ് കോസ്റ്റ് എത്ര വരും? ക്രാഷ് കോസ്റ്റ് എത്ര വരും? 550യുടെ കൂടെ 550 കൂടെ കൂട്ടണം അല്ലേ? 550യുടെ കൂടെ 550 കൂടെ കൂട്ടണം അല്ലേ? 1100 വരും. അതൊക്കെ നിങ്ങൾ എഴുതിക്കോണേ. ക്രാഷ് കോസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ എഴുതിക്കോണം കേട്ടോ. അപ്പൊ എവിടാ പോയി ക്രാഷ് ചെയ്യണ്ടേ? 4 to 6 പോയി ക്രാഷ് ചെയ്യണം. 4 to 6 8ആയിരുന്നു, അത് വെട്ടി നമ്മൾ 7 എഴുതും. ഓക്കെ, ക്രാഷ് കോസ്റ്റ് എനിക്ക് 1100 വരുമെന്ന് തോന്നുന്നു. 550 പ്ലസ് 580 1100 വരും. വീണ്ടും നോർമൽ ടൈം കാണണം. വീണ്ടും നോർമൽ ടൈം കാണണം. നോർമൽ ടൈം കാണൂ.
എത്ര വരും? 14 19 19 ആണോ? എന്നാണോ വന്നേ? പാത്ത് എഴുതിക്കോ. കോമൺ ക്രാഷ് കംപ്ലീറ്റ് ആയത് വെട്ടിക്കളഞ്ഞേര്. കോമൺ 4 to 6 ഉണ്ടല്ലേ? കോമൺ 4 to 6 ഉണ്ട്. കോമൺ 4 to 6 ഉണ്ട്. 4 to 6 550 ആണല്ലേ? 50. കോമ്പിനേഷൻ സെയിം തന്നെ അല്ലേ വരുന്നത്? കോമ്പിനേഷൻ സെയിം തന്നെ ആണെന്ന് തോന്നുന്നു വരുന്നത് അല്ലേ? വേറെ ഒന്നും വെട്ടിയൊന്നും പോയില്ലല്ലോ, അതുകൊണ്ട് സെയിം തന്നെ ആയിരിക്കും വരുന്നത്. സോ അതിലെ ലീസ്റ്റ് ഏതായിരിക്കും? 550 തന്നെ ആയിരിക്കും അല്ലേ? മറ്റേതൊക്കെ നോക്കുമ്പോ എത്രയൊക്കെ വരുന്നത്? 900, 750, 1200, 1050 ഒക്കെയാ വരുന്നത്. സോ അതിലെ ലീസ്റ്റ് ഏതാണ്? ഇതന്നല്ലേ? എവിടെ തന്നെ പോവാ? 4 to 6 പോവാ. 4 to 6 എത്ര വരും? 4 to 6 7 വെട്ടി 6 എഴുതണം അല്ലെ? ക്രാഷ് കോസ്റ്റ് എത്ര വരും? 1100 പ്ലസ് 550 വരും അല്ലെ? 1100 പ്ലസ് ഈ ഒരു 550 വരും. എത്ര വരും? 1650 വരും. 1650 ആയിരിക്കും ക്രാഷ് കോസ്റ്റ് വരുന്നത്. ക്രാഷ് കോസ്റ്റ് വരുന്നത്. വീണ്ടും നോർമൽ ടൈം കണ്ടുപിടിക്ക്. വീണ്ടും നോർമൽ ടൈം കണ്ടുപിടിക്ക്. പതിനാല് 18 18 ഇങ്ങനെയാണോ വരുന്നത്? അപ്പൊ നിങ്ങക്ക് മനസ്സിലായി സംഭവം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അത് മതി. ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ല കിട്ടത്തില്ല കേട്ടോ. സ്റ്റെപ്പ് മറന്നു പോകും. ഭയങ്കര ചാൻസ് കൂടുതലാണ്, മറന്നു പോകാൻ ചാൻസ് കൂടുതലാണ്. പാത്ത് എഴുതിക്കോ. സ്ലാഷ് 1 to 3 3 to 4 4 to 6 6 to 7. ഇത് വെട്ടിപ്പോയതാണ്. 4 to 6 കോമൺ ആണ്. 150 അല്ലേ? ഓക്കെ. കോമ്പിനേഷൻ സെയിം തന്നെ വരുന്നത് അല്ലേ? കോമ്പിനേഷൻ വീണ്ടും അതേപടി തന്നെ വരുന്നത്. സോ അതിലെ ഏറ്റവും ലീസ്റ്റ് ഇത് തന്നെ ആയിരിക്കും, കോമൺ തന്നെ ആയിരിക്കും 550. സോ നമ്മൾ 4 to 6 പോവുക. 6 വെട്ടി 5 എഴുതുക. ക്രാഷ് കോസ്റ്റ് എനിക്ക് തോന്നുന്നു 2200 വരും. 2200. 1650 550 കൂടെ ആഡ് ചെയ്യുക. വീണ്ടും ടൈം എഴുത്. നോർമൽ ടൈം 14 17 17. ക്രാഷ് കോസ്റ്റ് കണ്ടോണേ. ആ വീണ്ടും അത് തന്നെ വരും അല്ലേ?
വീണ്ടും അത് തന്നെ വരും അല്ലെ? 550 തന്നെയല്ലേ ക്രാഷ് കോസ്റ്റ് വരുന്നത്? 4 to 6 വെട്ടേണ്ടി വരിക. ഓക്കെ, ക്രാഷ് കംപ്ലീറ്റ് ആയേ. ക്രാഷ് കംപ്ലീറ്റ് ആയേ. 4ഉം വന്നു. ഓക്കെ, ക്രാഷ് കംപ്ലീറ്റഡ്. അടുത്തത് വരച്ച് 7th വൺ. 14, 16, 14, 16, 16. ഞാനിവിടെ ചെയ്യാം. പാത്ത് എഴുതാം. ഇങ്ങനല്ലേ വന്നേ? 16, 14, 16, 16 വന്നേ. ഓക്കെ, 1 to 2, 2 to 4, 4 to 6, 6 to 7 slash 1 to 3, 3 to 4, 4 to 6, 6 to 7. ക്രാഷ് കംപ്ലീറ്റഡ് ആയത് ഏതൊക്കെയുണ്ട്? 6 to 7 ഉണ്ട്, അതുപോലെ 4 to 6 ഉണ്ട് അല്ലേ? ഇനി കോമ്പിനേഷൻ അല്ലേ ഉള്ളൂ. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ മറ്റേ ആ കോമ്പിനേഷൻസ് തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലേ? ആണോ? നോക്കിയാ നിങ്ങള് ഏതൊക്കെയാണ് വരുന്നത്? 1 to 2 plus 1 to 3, അതായത് ഒരു 900 വരും. Then 1 to 2 plus 3 to 4 ഒരു 750 വരും. Then 2 to 4 plus 1 to 3 ഒരു 1200 വരും. Then 2 to 4 plus പറഞ്ഞു 2 to 4 plus ഒരു 3 to 4 വരും. എത്രയാത്? 1050. ഇതിലേതാണ് ലോവർ? ഇവനല്ലേ ലോവർ? 750 ആണ് ക്രാഷ് കോസ്റ്റ്. ക്യുമുലേറ്റ് ചെയ്ത് എഴുതിക്കോണേ. 2750 പ്ലസ് 750 വരും ക്രാഷ് കോസ്റ്റ്. ഓക്കെ ആണല്ലോ? എവിടൊക്കെ പോയി നമ്മൾ ക്രാഷ് ചെയ്യണം? 1 to 2ലും 3 to 4ലും. 1 to 2ൽ എത്രയായിരുന്നു? 5 ആയിരുന്നു. അത് വെട്ടി നമ്മൾ 4 എഴുതി. ക്രാഷ് കംപ്ലീറ്റ് ആയി. പിന്നെ എവിടെ പറഞ്ഞിരിക്കുന്നത്? 3 to 4ൽ എത്രയായിരുന്നു? 6 ആണ്. അത് വെട്ടി 5 എഴുതി. ഓക്കെ, ഫൈൻ, കഴിഞ്ഞു. അടുത്ത 8. വീണ്ടും നോർമൽ ടൈമിലേക്ക് വാ. നോർമൽ ടൈമിലേക്ക് വന്നേ. ക്രാഷ് കംപ്ലീറ്റ് ആകുമ്പോൾ വരച്ചിടരുത്. അതാണ് ഞാനിപ്പോ മറന്നു. കണ്ടോ? ക്രാഷ് കംപ്ലീറ്റ് ആകുമ്പോൾ വരച്ചേക്കണം. എട്ടാമത്തെ 13, 15, 15 ആണോ? 13, 15, 15 ഇങ്ങനാണോ വന്നിരിക്കുന്നത്? പതിമൂന്ന് 15, 15 വന്നിരിക്കുന്നത്. നോക്കിയേ, പാത്ത് എഴുതിക്കോ. 1 to 2, 2 to 4, 4 to 6, 6 to 7 slash 1 to 3, 3 to 4, 4 to 6, 6 to 7. കംപ്ലീറ്റഡ് ആയതെല്ലാം വെട്ടിക്കേ. പുതിയതായിട്ടൊരെണ്ണം കംപ്ലീറ്റഡ് ആയിരുന്നല്ലോ. അത് ഏതായിരുന്നു? 1 to 2. ഓക്കെ, അവനെ വെട്ട്. അപ്പൊ ഏതേ ഉള്ളൂ? കോമ്പിനേഷനേ ഉള്ളൂ അല്ലെ? ഏതൊക്കെ കോമ്പിനേഷൻ ഉണ്ട്? 2 to 4, 1 to 3 ഉണ്ട്. 2 to 4, 1 to 3 ഉണ്ട്. കോമ്പിനേഷൻ എഴുതണേ. 2 to 4, 1 to 3 ഉണ്ട്. എത്ര വരും? 2 to 4ന്റെ കോസ്റ്റ് സ്ലോപ്പ് എത്രയാ? 500ഉം 1 to 3യുടെ 700. 500ഉം 700, 1200 അല്ലെ? ശരിയല്ലേ? ദെൻ കോമ്പിനേഷൻ വരുന്നത് 2 to 4ഉം 3 to 4. 2 to 4ന്റെ എത്രയാണ്? 2 to 4ന്റെ എത്രയായിരുന്നു? 500. 3 to 4ന്റെ 550. 1050 അല്ലെ? സോ ഇതിലേതാ ലീസ്റ്റ്? ഏതാണ്? ഇതല്ലേ. ക്രാഷ് കോസ്റ്റ് എത്രയായിരിക്കും വരിക? ക്രാഷ് കോസ്റ്റ് എത്രയായിരിക്കും വരിക? 3500 പ്ലസ് 1050 അല്ലെ? ക്രാഷ് കോസ്റ്റ് എത്ര കിട്ടും? എവിടൊക്കെ പോയി നമ്മൾ ക്രാഷ് ചെയ്യണം? 2 to 4ലും 3 to 4ലും. 2 to 4ലേക്ക് വാ. 2 to 4ൽ 5 ആണ്. അത് വെട്ടി 4 എഴുതി. പിന്നെ എവിടെ? 3 to 4ലോ? ഓക്കെ, വെട്ടാം. എന്താ വെട്ടാം? ക്രാഷ് കംപ്ലീറ്റഡ്. 3 to 4ല് ക്രാഷ് കംപ്ലീറ്റ് ആയി. വെട്ടണ്ടേ?
വെട്ടണം. അത് കഴിഞ്ഞു. അടുത്തത് എങ്ങനെ വരും? 13, 14, 14 ആണോ? 13, 14, 14 ചെക്ക് ചെയ്യണേ. ശരിയല്ലേ? ഓക്കെ, പാത്രം എഴുതിക്കും. ക്രാഷ് ആയതെല്ലാം ക്രോസ് ചെയ്തോളൂ. ഒരെണ്ണം കൂടെ പുതിയതായിട്ട് ക്രാഷ് ആയില്ലേ? ഏതായിരുന്നു? 3 to 4. അപ്പൊ ഏതേ ഉള്ളൂ? ഒറ്റ കോമ്പിനേഷനേ ഉള്ളൂ അല്ലെ? ഒരു കോമ്പിനേഷനേ ഉള്ളൂ. ഒരു കോമ്പിനേഷൻ. ഏതാണ് ആ കോമ്പിനേഷൻ? 2 to 4 plus 1 to 3. എത്ര വരും? 2 to 4 plus 1 to 3. 2 to 4 plus 1 to 3. 1200. ക്യുമുലേറ്റ് ചെയ്ത് എഴുതുമ്പോ 4550 plus 1200 അല്ലേ? ഓക്കെ, അപ്പൊ അത്രയും വരും. 5750 രൂപയാന്ന് തോന്നുന്നു. അത് വരും ക്രാഷ് കോസ്റ്റ്. ഓക്കെ ഓക്കെ, എവിടെയൊക്കെ പോയി വെട്ടണം? 2 to 4 1 to 3 വാ. 2 to 4 വാ. 2 to 4 3 ക്രാഷ് കംപ്ലീറ്റഡ്. നോക്കിക്കേ, നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് ക്രാഷ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. നമ്മള് 12ലേക്ക് 13ലേക്ക് എത്തിച്ചിരിക്കുന്നു. 22 ആയിരുന്ന ആ ഒരു ടൈമിനെ നമ്മള് 13ലേക്ക് എത്തിച്ചിരിക്കുന്നു. ക്രാഷ് കംപ്ലീറ്റഡ്. ഇനി ക്രാഷിംഗ് ഒന്നും പോസിബിൾ അല്ല അല്ലേ? ഫൈൻ, ഇത്രേ ഉള്ളൂ. ഒരിടത്തും കൂടെ വെട്ടാനുണ്ടോ? അല്ലേ, ഇല്ല. 1 to 3 കൂടെ വെട്ടിക്കോ വേണേ. 1 to 3 എത്രയായിരുന്നു? 1 to 3 കൂടെ വെട്ടിക്കും. 3 എഴുതിക്കും. ക്രാഷ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. ഓക്കെ, എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? നിങ്ങൾ നേരെ ബോക്സിലേക്ക് വാ. നേരെ ബോക്സിലേക്ക് വാ. നേരെ ബോക്സിലേക്ക് വാ. നമുക്ക് ഒപ്റ്റിമം കണ്ടുപിടിക്കണ്ടേ? ഒപ്റ്റിമം കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കാം. ക്രാഷിങ് നന്നായിട്ട് നോക്കണേ. ഇവിടെ അങ്ങനെ നമ്പർ ഇടണ്ടേ? ഇവിടെ അങ്ങനെ നമ്മൾ നമ്പർ ഇടുക? ടൈമില് എങ്ങനെ നമ്പർ കൊടുക്കും? ചുമ്മാ അങ്ങ് ഇടുവാണോ? നമ്മള് തോന്നുന്ന രീതിയിൽ ഇടുവാണോ? അല്ല, നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എത്രയായിരുന്നു അത് വേണം. ആ ടൈം ഡ്യൂറേഷൻ വേണം മുകളിൽ കൊടുക്കാൻ. പിന്നെ താഴേക്ക് നമ്മൾ ക്രാഷ് ചെയ്യുന്ന ടൈംസ്, കുറച്ച് കുറച്ച് കൊണ്ടുവരുന്ന ടൈമുകളില്ലേ, അത് കൊടുക്കണം. ഓക്കെ, കൊടുക്കാം. എന്താ പറയുന്നു? എത്രയായിരുന്നു ക്രിട്ടിക്കൽ പാത്ത്? ക്രിട്ടിക്കൽ പാത്തിലെ ടൈം ഡ്യൂറേഷൻ എത്രയായിരുന്നു? 22 ആണോ? 22. എത്രയിലേക്ക് എത്തിക്കണം? നമുക്ക് 13ലേക്ക് എത്തിക്കണം. അപ്പൊ കുറച്ചുകൊണ്ട് പോലെ 21, 20, 19, 18, 17, 16, 13 അല്ലേ? ഓക്കെ അല്ലേ? നോർമൽ കോസ്റ്റ് ക്വസ്റ്റിനുണ്ടല്ലോ. അതിന്റെ ടോട്ടൽ ഒന്ന് എടുത്തേ. എത്ര വരും? 4700 ആയിരിക്കും. അത് കൊടുത്തോ. 4700 എല്ലായിടത്തും കൊടുത്തു. നമുക്ക് ആദ്യം ചെയ്ത പ്രോബ്ലം ഇല്ല, അതുപോലെ തന്നെ 4700 എല്ലായിടത്തും. ക്രാഷ് കോസ്റ്റ് ഉണ്ടോ? 22 ക്രാഷ് കോസ്റ്റ് ഉണ്ടോ? ടൈം 22 ആയിരിക്കുമ്പോൾ അവിടെ ക്രാഷിംഗ് നടക്കുന്നില്ല. സോ അവിടെ വേറെ ക്രാഷിംഗ് കോസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. 21ലേക്ക് വരുമ്പോഴോ ഉണ്ട്. എത്രയായിരുന്നു? 200. പിന്നെ ഇങ്ങോട്ട് ക്യുമുലേറ്റ് ചെയ്താണ് നമ്മൾ എഴുതിയത് അല്ലേ? അതൊക്കെ എഴുതിക്കേ. 550, 1100, 1650, 2200, 2750, 3500, 4550, 5750. ശരിയല്ലേ? ഓവർഹെഡിന്റെ കോസ്റ്റ് വന്നിട്ടുണ്ടോ? ഓവർഹെഡ് കോസ്റ്റ് എത്രയാണ്? 100 പെർ ഡേ ആണോ? ഓക്കെ, 100 പെർ ഡേ കൊടുത്തേ. അതായത് 22 into 100
അതുപോലെ 21 into 100 അങ്ങനെ 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 താഴോട്ട് കൊടുത്തു. കൊടുത്തല്ലോ. ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നോർമൽ കോസ്റ്റ് പ്ലസ് ക്രാഷ് കോസ്റ്റ് പ്ലസ് ഓവർ ഹെഡ് കോസ്റ്റ് എത്ര വരും? എല്ലാത്തിന്റെയും കണ്ടുപിടിക്കണേ, എല്ലാത്തിന്റെ. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒപ്റ്റിമം ആണ്. ഒപ്റ്റിമം ആണെന്ന് വിചാരിക്കുക. ഒപ്റ്റിമം ആണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ഒപ്റ്റിമം? ഏതായിരിക്കും ആ ഒപ്റ്റിമം വരിക? ഏതായിരിക്കും ഒപ്റ്റിമം വരിക? ഏതായിരിക്കും ഒപ്റ്റിമം വരിക? ഈ പോയിന്റ് നമുക്ക് വേണേ പറയാം അല്ലെ. 6,900, 1,950, 1,700 കുറയുന്നു, കൂടുക കുറയുക കൂടുക കുറയുക ഒക്കെയാണ് റേഞ്ച് അല്ലെ. എന്ത് ചെയ്യും? ഒപ്റ്റിമം ഇത് വേണേ പറയാം, ഒപ്റ്റിമം ആണെന്ന് പറയാം. ആ ഒരു റേഞ്ച് കുഴപ്പമില്ല അല്ലെ. മിനിമം ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇത് പറയാം കേട്ടോ. രണ്ടും നിങ്ങൾക്ക് എഴുതി വെക്കാം കേട്ടോ, രണ്ടും എഴുതി വെക്കാം. എഴുതി വെക്കുന്നതിന്റെ യാതൊരു പ്രശ്നമില്ല, രണ്ടും എഴുതണം. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രൊജക്ട് ക്രാഷിംഗ്. പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് 2 ചാപ്റ്ററും കൂടെ ഉള്ളൂ. അടുത്ത ദിവസങ്ങളായിട്ട് നമ്മൾ അതും പഠിക്കും. നമ്മുടെ ആ ഒരു ക്രാഷ് കോഴ്സ് കംപ്ലീറ്റ് ആക്കും കേട്ടോ. ഓക്കെ, ഇത്രയും വീഡിയോസ് നമ്മൾ ചെയ്തു. കാണാത്തവരുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും കണ്ടിട്ട് തന്നെ എക്സാമിന് പോവുക. ഉറപ്പായിട്ടും പാസ്സാകാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു.